മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 18-19 വചനങ്ങൾ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, വചനം ആക്റ്റീവായാൽ ഒരു മനുഷ്യൻ്റെ ലൈഫ് രക്ഷപ്പെട്ടു. വചനം ആക്റ്റീവായാൽ അനേകം ആൾക്കാർ, നമ്മൾ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്നിരിക്കും, ആരെങ്കിലും പ്രാർത്ഥിക്കും, എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് തരും, കുറേ കിട്ടും, വാങ്ങിച്ചുകൊണ്ട് പോകാം. ഈ തെറ്റിദ്ധാരണയാണ്. ചില അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ സംഭവിക്കും, പക്ഷേ ലൈഫ് ലോങ് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ വചനം വേരോട്ടം കിട്ടിയാൽ, ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ, വചനം വേരോട്ടം കിട്ടിയാൽ നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ ലൈഫ് ലോങ് നിങ്ങൾക്ക് അത്ഭുതമായി ജീവിക്കാം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കേട്ടല്ലോ. അപ്പം നമ്മളിതാ വേരോട്ടമില്ലാത്തതിൻ്റെ സംഭവത്തെപ്പറ്റി നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് വേരോട്ടം ഉണ്ടാക്കേണ്ടതെന്ന് പഠിച്ചു. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചവരുണ്ട്, അത് മനസ്സിലാക്കിയവരുണ്ട്. മുള്ളിനിടയിൽ വീണ വിത്തോ, വചനം കേട്ട് 3 റീസൺസാണ് മുള്ളായി മാറാൻ കാരണം. 3 റീസൺ. ഈ 3 റീസൺസ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇത് മാറ്റാത്തടുത്തോളം കാലം ഈ പൂർണ്ണമായിട്ട് വചനം നമ്മൾ ഫലമാവില്ല. ഫലമാവില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കില്ല, പാപം ചെയ്യും. ഇത് മുള്ളുണ്ടെങ്കിൽ പാപം ചെയ്യും. 2, ഫലം. അതായത് അപ്പം പാപം ചെയ്യാതിരിക്കുന്നത് ഒരു ബലമാണ്. അപ്പം ആത്മാവിൻ്റെ ബലങ്ങൾ ഇതിനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം. അത് മുള്ളുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല, മുള്ളില്ലാത്തൊരാളിൽ നിന്നേ വരത്തുള്ളൂ. അപ്പോൾ മുള്ളുള്ള ഒരാളെ ചെയ്യത്തില്ല. അതൊന്ന്. 2, ഭൗതികമായ ഫലങ്ങൾ, സ്വർഗീയ നന്മകൾ ദൈവം നമുക്ക് ദാനം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഫലം കിട്ടില്ല, മുള്ളിരിക്കുന്നിടത്തോളം കാലം കിട്ടില്ല. കാരണം ഈ മുള്ളെല്ലാം ഈ വചനത്തിലൂടെ വരുന്ന വാഗ്ദത്തത്തെ മൂടിക്കളയും. വചനത്തിനകത്ത് വാഗ്ദത്തം കിടക്കുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, കർത്താവേ നീ സൗഖ്യമാക്കുന്ന യഹോവ വേണമല്ലോ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വചനം ആക്റ്റീവ് ആവും. പക്ഷെ ആ വചനം ആക്റ്റീവ് ആകാതെ വണ്ണം നിങ്ങളെ മുള്ളി ഞെരുക്കിയിട്ടേക്കാണ്. അത് നടക്കില്ല. ആ വചനം ആക്റ്റീവ് ആവില്ല. ചിലരുടെ ജീവിതത്തിൽ വചനം പറയുമ്പോൾ നടക്കുന്നു, ചിലരുടെ ജീവിതത്തിൽ വചനം പറയുമ്പോൾ നടക്കുന്നില്ല. മനസ്സിലായി? അതിൻ്റെ റീസൺ മുള്ളിരിക്കുന്നതുകൊണ്ടാണ്. ആ മുള്ളുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ചില വേദത്തിൽ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം ഈഹലോകത്തിൻ്റെ ചിന്ത. 3 കാര്യങ്ങൾ: ഈഹലോകത്തിൻ്റെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, മറ്റു വിഷയമോഹങ്ങൾ. ഈ 3 റീസൺസാണ് മുള്ളായിട്ട് മാറിയത്. ഒന്നാമത്തെ കാരണം ഈഹലോകത്തിൻ്റെ ചിന്ത, വറീസ് ഓഫ് ദ വേൾഡ്, കെയർസ് ഓഫ് ദ വേൾഡ്. വറീസ്, ഈഹലോകത്തിൻ്റെ ചിന്ത വറീസ് എന്നാണ്, അതായത് ആകുലതകൾ എന്നാണ് പറഞ്ഞത്. ഈഹലോകത്തിൻ്റെ ചിന്ത ആകുലതകൾ എന്നാണ്, വറീസ് ഓഫ് ദ വേൾഡ്. മെറിമ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം, അതിനകത്ത് ആങ്സൈറ്റി, വറി, കെയർ എന്നൊക്കെ പറഞ്ഞു. അതായത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഭാരം, നിരാശ, ടെൻഷൻ, ആകുലത ഉണ്ടെങ്കിൽ അത് മുള്ളാണ്. ഏതെങ്കിലും വിഷയത്തെ ഓർത്ത്, ഇപ്പോൾ സമ്പത്തിനെ ഓർത്താവട്ടെ, ആരോഗ്യത്തെ ഓർത്താവട്ടെ, മക്കളെ ഓർത്താകട്ടെ, ഭാര്യയെ ഓർത്താവട്ടെ, ഭർത്താവിനെ ഓർത്താകട്ടെ, നിങ്ങൾ വറീഡാണോ, ഹൃദയത്തിനകത്തൊരു ടെൻഷൻ, ഒരു ഭാരം, ഒരു നിരാശ നിങ്ങളിങ്ങനെ മൂടിക്കെട്ടുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മുള്ളുകളാൽ പിണഞ്ഞു കിടക്കുന്നയാളാണ്. ആ വ്യക്തി വചനം കേട്ടാലും ആ വചനം കേട്ടിങ്ങനെ പോവും, അതിങ്ങനെ പൊടിച്ചു വരുന്ന പോലെ ഫീൽ ചെയ്യുന്നു, താഴേക്ക് വേര് പോകുന്ന പോലെ സംഭവിക്കുന്നു. പക്ഷേ ഉയർന്നു വരുന്നതനുസരിച്ച് ഈ മുള്ള് കയറി ഇങ്ങനെ ഞെരിക്കും. അയ്യോ എന്ത് ചെയ്യും, എന്താവും ഇങ്ങനെ വരുന്നത്. ഇതിങ്ങനെ ഞെരുക്കി ഒരിക്കലും ആ വ്യക്തി രക്ഷപ്പെടില്ല. ഓരോ ദിവസം കഴിയുന്തോറും തകർന്നുകൊണ്ടേയിരിക്കത്തുള്ളൂ. ഇതാണ് ആകുലതയുടെ പ്രശ്നം. ആകുലതയുമായി ബന്ധപ്പെട്ട് ചില വചനങ്ങൾ പറഞ്ഞ് അതിന് ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25-ാം വചനം. എഴുതുന്നവർ എഴുതിക്കൊള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25-ാം വചനം എഴുതുന്നത് അത്ഭുതമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്ത് വരും. നിങ്ങൾ പലരും സാക്ഷ്യം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രമേണ അതിൻ്റെ അത്ഭുതങ്ങൾ മഹാത്ഭുതം. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ച് നിങ്ങളോട് പറയുന്നത്, വചനം നിങ്ങൾ ഇവിടെ ഇരുന്ന് നോട്ട് ചെയ്യൂ, വീട്ടിൽ പോയി വീണ്ടും വായിക്കൂ, വചനം വായിക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യൂ, വേരോട്ടം ഉണ്ടാക്കിയെടുക്കൂ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാം വചനം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. കർത്താവ് പറയുന്ന വാക്ക് അനുസരിക്കാത്തത് പാപമാണ്. ആണോ? സമ്മതിച്ചല്ലോ. കർത്താവ് പറയുന്നത് അനുസരിക്കാത്തത് പാപമാണ്. അയ്യോ എന്ത് കുടിക്കും, എന്തുടുക്കും, എന്ത് തിന്നും, കടഭാരമാണല്ലോ, പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യും, എൻ്റെ ഭാര്യ എന്താവും, എൻ്റെ മക്കളുടെ ജീവിതം എന്താണ്, അവർ പഠിക്കുന്നില്ലല്ലോ, അനുസരിക്കുന്നില്ല, എന്ത് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ചിന്താകുലമാകുന്നത്, ആകുലപ്പെടുന്നത്, ഭാരപ്പെടുന്നത് പാപകാരണമാകുന്നു. ചെയ്യരുത് എന്ന് കർത്താവ് പറയുന്നു. 6-ാം അധ്യായം 34-ാം വചനം, മത്തായി 6:34. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. നാളത്തെ ദിവസത്തേക്ക് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത് എന്ന അർത്ഥത്തിലല്ല.
ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ജോലിയൊന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന അർത്ഥത്തിലല്ല. വറീഡാവരുത്, ടെൻഷൻ ആവല്ലേ, നിരാശപ്പെടല്ലേ, സങ്കടപ്പെട്ടിങ്ങനെ കുത്തിയിരിക്കലയ്യോ എന്ത് ചെയ്യും സങ്കടപ്പെട്ട് അതാലോചിച്ച് പഴയ കാര്യങ്ങൾ ആലോചിച്ച് വരാൻ പോകുന്ന തകർച്ചകൾ ആലോചിച്ച് എൻ്റെ ലൈഫ് ഇങ്ങനെയായി, എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു, അങ്ങനെ ആയി, ഒരു രക്ഷയില്ല, ഭാരപ്പെട്ട് നിരാശപ്പെട്ട് പിന്നെ ദേഷ്യമായി പിന്നെ സങ്കടമായി അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ആകപ്പാടെ തകർന്ന് തരിപ്പണമാകുന്ന വറീസ്. ഇത് വരാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കിടക്കല്ലേ, ഓരോ പ്രശ്നങ്ങൾ കിടക്കുന്നു, കഷ്ടതകൾ കിടക്കുന്നു, ചില സങ്കടങ്ങൾ. അപ്പോൾ ഈ വറീഡാവില്ലേ, മനസ്സിനകത്ത് ഇതൊക്കെ വരത്തില്ലേ? അതിനാണ് നമ്മൾ ഈ വചനം പറയുന്നത് വ്യക്തമായിട്ട്. അതിനാണ് ഞാൻ പറഞ്ഞുതരാം, ചില വചനങ്ങൾ എത്തുമ്പോൾ പറഞ്ഞുതരാം. ഇത് അടുത്തൊരു റെഫറൻസ് നോക്കാം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 25-ാം വചനം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 25-ാം വചനം. പിന്നെ വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തിൻ്റെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? കണ്ടോ, നിങ്ങൾ ഇങ്ങനെ വറീഡായതുകൊണ്ട്, ഒരു വിഷയത്തെ ചൊല്ലി ഇങ്ങനെ സങ്കടപ്പെട്ടത് കൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും കിട്ടാൻ പോണില്ല. എന്തിന് വെറുതെ സമയം പാഴാക്കുന്നു? വിചാരപ്പെടരുത്. ഓക്കെ, അടുത്ത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വചനം. യോഹന്നാൻ 14-ാം അധ്യായം 27-ാം വചനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കയും അരുത്. അർത്ഥം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, നിങ്ങൾ കലങ്ങരുത്, ഭ്രമിക്കരുത്, പേടിച്ചു പോലെ. പ്രശ്നം ഇല്ലെന്നർത്ഥത്തിലല്ല കർത്താവ് പറയുന്നത്. പ്രശ്നം വരും, വേദനകൾ വരും, ടെൻഷൻസ് വരും, ഇല്ലായ്മകൾ വരും, ശോധനകൾ വരും. പക്ഷേ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എവിടെന്നാ സമാധാനം വരുന്നത്? കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, നിങ്ങൾ വറീഡാവരുത് എന്ന് പറഞ്ഞു. എങ്ങനെ കർത്താവിൻ്റെ സമാധാനം ആക്റ്റീവ് ആകും? അതോടെയാണ് പ്രശ്നം. കർത്താവിൻ്റെ സമാധാനം കർത്താവ് ഇവിടെ തന്നു, നമുക്കെല്ലാം തന്നു. പക്ഷെ നമുക്ക് ടെൻഷൻസ് ഉണ്ട്, നമുക്ക് പ്രശ്നങ്ങളുടെ മുമ്പിലാണ് നമ്മൾ കിടക്കുന്നത്. എങ്ങനെ ഈ സമാധാനം ആക്റ്റീവ് ആവും? എങ്ങനെ ഈ സമാധാനം വന്നു ചേരും? ഒരു വാക്യം കൂടെ ശ്രദ്ധിച്ചോ. സങ്കീർത്തനം 55:22. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കില്ല. ഈ രണ്ട് വചനവും ശ്രദ്ധിച്ചേ. ഒന്ന്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. രണ്ടാമത് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. മറ്റൊരു വാക്യത്തിൽ കർത്താവ്, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്ന ഒരാളെ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതെങ്ങനെ ആക്റ്റീവ് ആവും? അതാണ് നമ്മുടെ പ്രശ്നം. എൻ്റെ സമാധാനം തന്നേച്ചു പോകുന്നു, എങ്കിൽ പിന്നെ ആ സമാധാനം എടുത്തോ? നിങ്ങളെടുത്ത് പറയുന്നു, നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എങ്ങനെ വെക്കും? എങ്ങനെ ഈ ഭാരം കൊണ്ട് വയ്ക്കും? നമുക്ക് ഭാരം കിടക്കുകയാണ്, നമുക്ക് ടെൻഷൻസ് കിടക്കുകയാണ്, നിരാശകൾ. ഇതെങ്ങനെ കർത്താവിൻ്റെ മേൽ വയ്ക്കും? ഒരൊറ്റ വകുപ്പേ ഉള്ളൂ, സമാധാനം. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ സമാധാനം എങ്ങനെയാണ് വന്നേ? എങ്ങനെ വരും? എവിടെ ഇരിക്കുന്നു കർത്താവ് തന്ന സമാധാനം? അതാണ് വചനം. നിങ്ങൾക്ക് മനസ്സിലാവും? അതാണ് വചനം. ഈ വചനമില്ലാതെ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടില്ല. വചനത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് സമാധാനം വന്ന് നിങ്ങൾ എത്ര വറീഡായിരുന്നാലും, ശ്രദ്ധിച്ച്, എത്ര കർത്താവ് ഇത് മറ്റൊരു സങ്കീർത്തനത്തിൽ പറഞ്ഞ എന്താണ്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. യഹോവയുടെ മേൽ വെച്ചു, ഭാരമെടുത്ത് യഹോവയുടെ മേൽ വയ്ക്കൂ. നിങ്ങളുടെ ടെൻഷൻ എടുത്ത് ദൈവത്തിൻ്റെ മേൽ വയ്ക്കൂ. വറീഡാകരുത്. എങ്ങനെ വയ്ക്കും? ഒരു ഭാരമെടുത്ത് ഇങ്ങനെ വയ്ക്കാൻ ഒരു സാധനമാണോ? സാധനം എടുത്ത് വയ്ക്കാൻ എളുപ്പമാണ്. നമ്മുടെ അകത്ത് കിടക്കുന്ന വറീസ്, നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും കിടക്കുന്നു. പിന്നെ എങ്ങനെ മാറ്റിക്കെടുത്തു? വചനമാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ അകത്തിരിക്കുമ്പോഴും നിങ്ങൾ ഓടി വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇരുന്ന് ചിന്തിക്കരുത്. അത് പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഇരുന്ന് ചിന്തിക്കല്ലേ, ഒരു കാര്യം പോലും ഇരുന്ന് വറീഡായിട്ട് ചിന്തിക്കരുത്. ചിന്തിക്കുന്ന നിമിഷം നിങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന വചനം നിങ്ങളുടെ തലയ്ക്കകത്ത് വരണം. ഇരുന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം ഉണ്ടായാൽ ഓടി വചനത്തിലേക്ക് എത്തണം. ചിന്തിക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്, അപകടമാവും. സാത്താൻ്റെ വിളനിലമാണ് ചിന്തിക്കുന്ന ഹൃദയം. വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തിയെ കിട്ടിയാൽ അവൻ ഓടി അടുത്ത് വരും. അനേകം പാവപ്പെട്ട ജനങ്ങൾ രക്ഷപ്പെടാത്തതിൻ്റെ റീസൺ നിങ്ങൾ മനസ്സിലാക്കണം. അനേകം ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആൾക്കാർ രക്ഷപ്പെടാത്തതിൻ്റെ റീസൺ മനസ്സിലാക്കണം. അനേകം വീടുകൾ തകർന്ന് കിടക്കുന്നത് രക്ഷപ്പെടാത്തതിൻ്റെ റീസൺ മനസ്സിലാക്കണം. ആകുലതയാണ്. അവർ പറയണമെന്ന് വെച്ചാൽ എൻ്റെ ഭാരമെല്ലാം കർത്താവ് കാണും, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കർത്താവ് രക്ഷപ്പെടുത്തും. ഇല്ല. വചനവിരുദ്ധമായി വ്യാകുലപ്പെട്ടാൽ ഒന്നും കിട്ടാൻ പോണില്ല. വ്യാകുലതയ്ക്കകത്ത് ദൈവപ്രവൃത്തി പ്രയാസം. കാരണം നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുന്ന സമയത്ത് സാത്താൻ നിങ്ങളുടെ ഹൃദയത്തിൽ വരും, നിങ്ങളുടെ വീടുകൾക്കകത്ത് വരും. അവിടെ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യും, അവിടെ വഴക്ക് ക്രിയേറ്റ് ചെയ്യും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ദൈവത്തിൻ്റെ വചനം അവിടെ ആക്റ്റീവ് ആകില്ല. ഈ വ്യാകുലത മാറ്റി തന്നെയാണ്. അതാണ് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ മേൽ കൊണ്ട് വയ്ക്കരുത്, നീ എൻ്റെ മേൽ വയ്ക്കൂ, എൻ്റെ സമാധാനം എടുക്കും. അതിന് നീ ഓടി ഈ വ്യാകുലപ്പെട്ടിരിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ അകത്തൊരു ടെൻഷൻ ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നിങ്ങൾ ചിലപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ടെൻഷൻ ഇങ്ങനെ കയറി വരുന്നു, ഒരു ഭാരം ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നു. അയ്യോ അങ്ങനെയാണല്ലോ, അങ്ങനെ ഇല്ലല്ലോ, ഈ പ്രശ്നം നിങ്ങളുടെ അകത്തേക്ക് ഇങ്ങനെ കയറി വരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിന്ന് പിന്നെ ചിന്തിച്ച് തുടങ്ങിയെന്നറിഞ്ഞാൽ ഉടനെ വചനത്തിനകത്തേക്ക് വരണം. ഒന്നിൽ നിങ്ങളുടെ അകത്ത് വചനം വേണം, തലയ്ക്കകത്ത് വചനം വേണം. വചനം എടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കണം.
ഞാൻ പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞുതരാണ്. വചനം പറയാൻ തുടങ്ങണം, വചനം പറയാൻ തുടങ്ങണം, ആക്റ്റീവായിട്ട് വചനം. ചില വചനങ്ങൾ, എനിക്ക് വചനം ഒന്ന് ഉദാഹരണം പറയാൻ സമയമില്ല, വചനം പറഞ്ഞോണം. ഇല്ലെങ്കിൽ ഓടി നിങ്ങളുടെ മുറിക്കകത്ത് വചനം എടുക്കണം. ദൈവത്തെ അവിടെയാണ് ഞാൻ നിങ്ങൾ എഴുതി വയ്ക്കൂ എന്ന് പറയുന്നത്. എന്തിന്? മറിക്കണം. എഴുതിയ സാധനം മറിച്ച് നോക്കണം. നിങ്ങൾക്ക് വചനം വായിച്ച പെട്ടെന്ന് കിട്ടണമെന്നില്ല, പക്ഷേ നമ്മൾ കേട്ട പ്രസംഗം എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടും. യൂട്യൂബിനകത്ത് ചിലർ തപ്പും, പെട്ടെന്ന് കിട്ടില്ല, അപകടം പറ്റും. യൂട്യൂബിനകത്ത് തപ്പിയാൽ അബദ്ധങ്ങൾ പറ്റും. കാരണം ക്യാപ്ഷൻസ് പലതും നമ്മളെ ആകർഷിക്കും. നിൻ്റെ വ്യാകുലതകൾ മാറ്റുന്നു എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ, പക്ഷേ അതിനകത്ത് പറയുന്നത് പലതും നമുക്ക് ചേർന്നതായിരിക്കില്ല. എല്ലാവരും കറക്റ്റല്ല. എല്ലാ പ്രസംഗങ്ങളും ക്ലിയർ ആകണമെന്നില്ല, നിങ്ങളെ സന്തോഷിപ്പിക്കില്ല, നിങ്ങളുടെ സ്പിരിച്വൽ റാങ്ക് കൂടി ഇല്ലാതാക്കി കളയും ചിലപ്പോൾ. അതുകൊണ്ട് അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എഴുതി വെച്ചിരിക്കുന്ന മറിച്ച് നോക്കണതാണ്. ഓടി നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എങ്ങനെ എത്തും? നേരെ വചനത്തിൻ്റെ മേൽ കൊണ്ടിതിനങ്ങ് വയ്ക്കണം. മനസ്സിലായോ? ചിന്തിക്കാൻ ടൈം കൊടുക്കാതെ നേരെ വചനത്തിലെത്തണം. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും. ഈ ഒരു മേഖല ചിന്തിച്ചേ പറ്റും. ബാക്കിയുള്ള മേഖല എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഓടി കർത്താവിൻ്റെ സന്നിധി വചനം തുറക്കുക, വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, കേട്ട സാധനങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കാം. കുറച്ചുകൂടിയൊക്കെ ബോൾഡായിട്ടുള്ള ആൾക്കാർ വചനം കിട്ടുമെങ്കിൽ വചനം ഇങ്ങനെ പടപടപടാന്ന് പറഞ്ഞാൽ മതി, പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ദൈവം ഒരു മനുഷ്യന് വ്യാകുലത കൊടുക്കില്ല. ശ്രദ്ധിച്ച് മനസ്സിലാവും. ദൈവം ആരുടെയും ഉള്ളിൽ ടെൻഷൻ തരില്ല. നിങ്ങൾക്ക് എത്ര കുപ്പത്തൊട്ടി കിടക്കുന്ന ഒരാളാണെങ്കിലും, ഭാരപ്പെട്ട് കിടക്കുന്ന ഒരാളായാലും, നിങ്ങൾ ദൈവമക്കളാണോ, നിങ്ങളുടെ അകത്ത് ദൈവം ടെൻഷൻ ക്രിയേറ്റ് ചെയ്യില്ല. ദൈവം ചെയ്യില്ല. അപ്പം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ടെൻഷനെ അതിനെ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ സാത്താൻ അതിനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. നിനക്കില്ല, നീ ഇങ്ങനെയാണ്, നിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ ഇങ്ങനെയാണ്, നിൻ്റെ ജീവിതം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കയറി നിങ്ങൾ ആകുലതപ്പെടും. അപ്പോൾ ഒരിക്കൽ നിങ്ങളുടെ പ്രാർത്ഥന കയറില്ല, വചനം ആക്റ്റീവ് ആവില്ല, ജീവിതം രക്ഷപ്പെടുത്തില്ല, തകർത്ത് കളയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അലർട്ടായിരിക്കൂ. വറീസ് വരുന്ന നിമിഷത്തിൽ ഓടി രക്ഷപ്പെടൂ. മനസ്സിലാവുന്നോ? വറീസ് വരുന്ന സമയം, ചിന്താകുല വരുന്ന നിമിഷത്തിൽ ഓടി വചനത്തിലേക്ക് എത്തുക, വചനം ധ്യാനിക്കുക, വചനം വായിക്കുക. ധ്യാനിക്കാൻ പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാണ്. വചനം ധ്യാനിച്ച്. കാരണം പല വചനങ്ങൾ ധ്യാനിച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു വറി വരുന്ന സമയം, വേദന വരുമ്പോൾ ഈ വചനം പെട്ടെന്ന് ആക്റ്റീവ് ആവും തലയ്ക്കകത്ത്. പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. കാരണം അങ്ങനെയുള്ള പെട്ടെന്ന് സഹായിക്കും. കാരണം അതാണ് ഡെയിലി വചനധ്യാനം. ഡെയിലി എപ്പോഴും വചനത്തിനകത്ത് നിന്നാൽ, ഇപ്പോൾ സന്തോഷത്തോട്ടിരിക്കുന്ന സമയത്ത് വചനത്തിൽ നിറഞ്ഞു നിന്നാൽ, സങ്കടം വരുന്ന സമയത്ത് ഈ വചനം നിങ്ങളുടെ തലയ്ക്കകത്ത് വന്നിട്ട് പോ സാത്താനെ നിങ്ങൾ പറയാൻ പറ്റും. കർത്താവിൻ്റെ കൂടെയുണ്ട്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പെട്ടെന്ന് പറയുക വചനം, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ആക്റ്റീവ് ആവും. സാത്താൻ നിങ്ങൾ തൊടാൻ പറ്റില്ല. നിങ്ങളുടെ വറീസ് അങ്ങ് മാറിപ്പോവും. പ്രശ്നം അവിടെ ഇരിക്കട്ടെന്ന്. കർത്താവിന് എത്ര സമയമാണ് നിങ്ങളുടെ പ്രശ്നം മാറ്റാൻ? കർത്താവിന് എത്ര സമയമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ? പക്ഷേ വിശ്വാസം ഉള്ളിടത്താണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. വറീഡായാൽ നടക്കില്ല. അപ്പോൾ ഈ വചനം ആക്റ്റീവായി വരാതെ വേണം നിങ്ങളുടെ വറീഡാക്കുന്നു. നിങ്ങൾ ഓടി വചനത്തിലെത്തണം. അവിടെയാണ് കർത്താവിൻ്റെ മേൽ ഇത് വയ്ക്കണം. എന്നിട്ട് ഈ വചനം എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഒരു അപാരമായ ദൈവശക്തി കൊണ്ട് നമ്മൾ പുറത്തു വരും. ഞാനിത് പറഞ്ഞ് നിങ്ങൾ ശ്രമിക്കൂ. ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യൂ. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ദൈവം അത്ഭുതമായിട്ട് മാറ്റും കേട്ടോ. നമുക്ക് മറ്റൊരു വചനം നോക്ക്. സങ്കീർത്തനം 56:4, 56-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ, ഞാൻ അവൻ്റെ വചനത്തിൽ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തിൽ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, ജഡത്തിന് എന്നോട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ദാവീദിനെ ഗസിൽ ആക്രമിക്കുന്ന സമയത്ത്, ദാവീദിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത്, ദാവീദ് സങ്കടപ്പെടുന്ന സമയത്ത് എഴുതുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കും. നിങ്ങൾ എവിടെ ആശ്രയിക്കുന്നത്? സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചാൽ വറീഡാവും. ടെൻഷൻസ് ഉള്ള ആൾക്കാരെ പറ്റി പറയുകയാണ് ഞാൻ കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഇതുള്ള ആൾക്കാരുടെ ജീവിതത്തിനകത്ത് ഈ പ്രശ്നമുണ്ട്. വറീഡാകരുത്, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ ഒന്നും കിട്ടത്തില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. സ്പിരിച്വൽ വേൾഡിന് നഷ്ടം മാത്രം. നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ച് 5 മിനിറ്റ് വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് വേസ്റ്റാണത്. നിങ്ങളുടെ നന്മ പോയി 5 മിനിറ്റ്. സാത്താൻ 5 മിനിറ്റിനകത്ത് കയറി കഴിഞ്ഞു. നിങ്ങൾ പിന്നെ അതിനെ പുറത്താക്കേണ്ട പ്രാർത്ഥന എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ സ്പിരിച്വൽ വേൾഡ് കാണാത്തതുകൊണ്ടാണ്, ഡിസ്റ്റർബൻസ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വീടുകളിൽ എന്തുമാത്രം പൈശാചിക സ്വാധീനം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര പ്രാവശ്യം നിങ്ങൾ വറീഡായി ഇങ്ങനെ താടി കൊയും കൊടുത്തിരുന്നിട്ടുണ്ട്? എത്ര പ്രാവശ്യം ചിന്താകുലമായിട്ടുണ്ട്? അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്? എന്തുമാത്രം ദുരാത്മാക്കളാണ് വീട്ടിൽ നമ്മൾ പ്രവേശിപ്പിച്ചത്? വറീസ് അപകടമാണ്. അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് കർത്താവ് പലവട്ടം പറഞ്ഞു, ഭയപ്പെടല്ലേ, ഭ്രമിക്കരുതേ, സങ്കടപ്പെടല്ലേ, നിരാശപ്പെടല്ലേ. ചെറുതല്ല കർത്താവ് പറയുന്നത്. നിങ്ങൾ മരിക്കുന്ന സ്റ്റേജിലെത്തിയാൽ വറീഡാവരുത്. വചനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. മരിച്ചാൽ സ്വർഗത്തു അത്ര തന്നെ. ആ പ്രത്യാശയൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരണം. ആ പ്രത്യാശ വരണം.
ആ പ്രത്യാശ വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ ഫറീസൊക്കെ വരും. അപ്പോൾ വചനത്തിലെത്തണം. ശ്രദ്ധിച്ച് രണ്ടാം സ്ഥാനത്തേക്ക് പോകാം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. ധനത്തിൻ്റെ വഞ്ചന. ഒന്ന് നമ്മൾ പറഞ്ഞത് ഈഹലോകത്തിൻ്റെ ചിന്തകൾ, അത് ആകുലതകളാണ്. അതുള്ള ഒരാളുടെ ജീവിതം അത് മുള്ളാണ്. അയാളുടെ ജീവിതത്തിനകത്ത് വചനം ആക്റ്റീവാകത്തില്ല, അത് മാറ്റിയെടുക്കണം. രണ്ട്, ധനത്തിൻ്റെ വഞ്ചന. ഡെസീറ്റ് ഓഫ് ദ റിച്ചസ്. ഇതാണ് ഡെസീറ്റ്. അപ്പാറ്റ എന്ന ഗ്രീക്ക് പദം, അതിന് ഡെസീറ്റ് എന്ന് ഡിസെപ്ഷൻ എന്നൊക്കെയാണ് അർത്ഥം. അതായത് വഞ്ചിക്കുക എന്ന വാക്കാണ്. ശ്രദ്ധിച്ച് കേൾക്കണം ഈ സാധനം, വഞ്ചിക്കുക. ധനത്തിൻ്റെ വഞ്ചന എന്നാണ്. ധനത്തിൻ്റെ വഞ്ചന എന്നാണ്. അതായത് ഒരു മനുഷ്യൻ ധനത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മോഹിക്കുന്നുവെങ്കിൽ അയാൾ വഞ്ചിക്കപ്പെടുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പണത്തെ വെച്ച് പണം നമുക്ക് എല്ലാവർക്കും വേണം അല്ലേ? ആവശ്യമുള്ളൊരു സാധനമാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. പണം ഉണ്ടെങ്കിൽ സുഖം എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് ലോകത്തിൻ്റെ ചിന്ത. പണം സഫീഷ്യൻ്റായിട്ട് നമ്മൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല, സന്തോഷമാണ്, സുഖം. അതുകൊണ്ട് മനുഷ്യൻ്റെ ശ്രദ്ധ പണത്തിലേക്ക് പോയി. പണം ഉണ്ടെങ്കിൽ സുഖമായി, പണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പണം ഉണ്ടെങ്കിൽ കുഴപ്പം. അങ്ങനെ പണം ഉണ്ടാക്കാനുള്ള ശ്രമം, പണത്തിലേക്ക് ശ്രദ്ധ കൊടുക്കും. ഇത് വേദപുസ്തകം പറഞ്ഞു, ഇത് വഞ്ചന എന്നാണ്. വഞ്ചിക്കുന്നു എന്നാണ്. മനുഷ്യനെ വഞ്ചിക്കുന്നു. പണത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് പണം ഈ ചിന്ത സാത്താൻ കൊടുക്കുന്നു എന്നാണ്. സാത്താൻ കൊടുക്കുന്നു. ശ്രദ്ധ വളരെ ശ്രദ്ധിച്ചോണം. ഈ ചിന്ത നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടാക്കണം എന്ന ചിന്തയ്ക്കകത്ത് എപ്പോഴും നിങ്ങളുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ എത്ര പാവപ്പെട്ടവനായിക്കൊള്ളട്ടെ, എത്ര കടഭാരത്തിനകത്ത് നിൽക്കുന്ന ആളായിക്കൊള്ളട്ടെ, എത്ര സമ്പന്നനോ ആയിക്കൊള്ളട്ടെ, ഏത് നിലയിൽ നിൽക്കുന്ന ആളാകട്ടെ, പണം ഉണ്ടാക്കണമെന്നൊരു ചിന്തയ്ക്കകത്ത് എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ വലിക്കുന്നുവെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൈസ തരുന്ന ദൈവമാണ്. നിങ്ങൾ വറീഡായതുകൊണ്ടല്ല, നിങ്ങൾ അതുണ്ടാക്കാൻ വേണ്ടി ചാടിയതുകൊണ്ടല്ല. ചില വചനങ്ങളോട് ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാം വചനം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാം വചനം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. മനസ്സിനകത്ത് ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പണം, ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ പണം. ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് പണം ഉണ്ടാക്കാനാണ്. അത് തെറ്റാണ്. ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് പണം ഉണ്ടാക്കാനല്ല. ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് ബിസിനസ് നന്നാക്കാനല്ല. ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് വീട് വയ്ക്കാനല്ല. ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് ഭൗതിക നന്മകൾ നേടാനല്ല. അത് തെറ്റായ ചിന്താഗതിയാണ്. ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. നിത്യജീവന് വേണ്ടിയിട്ടാണ് ദൈവത്തെ കൂട്ടുപിടിക്കുന്നത്. ദൈവം അല്ലില്ലാതെ ഇവിടെ നടത്തുമെന്നുള്ളത് സത്യമാണ്. ഇനി നടത്തിയില്ലേലും ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, അത് വേറെയാണ്. ഭൗതിക നന്മകൾ വെച്ച് ദൈവസ്നേഹത്തെ അളക്കരുത്. നിങ്ങൾ പണമുള്ളവനെല്ലാം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. നോ, അങ്ങനെയല്ല. അങ്ങനെ പണം വച്ച് ദൈവത്തെ അളക്കരുത്. ദൈവം അതുമായിട്ട് ഒരു ബന്ധമില്ല. കർത്താവ് വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണാൻ പറഞ്ഞൊരു മേഖലയാണ് സമ്പത്ത്. അതുകൊണ്ടാണ് ധനവാനായ ഒരു യൗവനക്കാരനോട് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് വാ. കാരണം നിന്റെ ശ്രദ്ധ പണത്തിൽ നിൽക്കുന്നു, നിന്റെ മനസ്സ് അതിനകത്ത്. കാരണം പണം അങ്ങനെയാണ്. പണം കൂടുതലുള്ളവൻ അത് സൂക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലെ അതിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പണം ഇല്ലാത്തവനാണെങ്കിൽ പണം വേണമല്ലോ അല്ലേ? ശരിയല്ലേ? കടഭാരത്തിൽ കിടക്കുന്നു, പണം വേണോ, ഈ ചിന്ത അവനിൽ കിടക്കും. ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ 2 കാറ്റഗറി പ്രശ്നമാണ്. പൈസ കൂടുതലുള്ളവനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള ആർത്തി കിടക്കുന്നു. അധികമായി പ്രശ്നം, കോൺസെൻട്രേഷൻ പണത്തിൽ നിൽക്കുന്നു. അയാൾ കർത്താവിൽ നകന്ന് നിൽക്കും. 2 പണമില്ലാത്തയാൾ, ദാരിദ്ര്യത്തിൽ കിടക്കുന്നയാൾ, അയാളുടെ മനസ്സിന് അത് എപ്പോഴും വറീഡായിരിക്കും. പണമില്ലല്ലോ, കടമാണല്ലോ, പ്രതിസന്ധിയാണ്. ഈ ചിന്ത പണത്തിൽ തന്നെ നിൽക്കും. അയാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ആൾക്ക് വചനം ധ്യാനിക്കാൻ പറ്റത്തില്ല, വചനം കയറത്തില്ല. ഇതിനകത്ത് പണം ഇത് വഞ്ചനയാണ്. പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര താഴെ കിടന്നാലും എത്ര ഉയരെ കിടന്നാലും ഇതിനകത്ത് ചിന്ത പോകരുത്. ചിന്ത അതിനകത്ത് പോകാൻ പാടില്ല. എങ്കിൽ നിങ്ങൾ 2 പേരെ സേവിക്കുന്ന ആളാവും. പണവും ചിന്തിക്കുന്നു, ദൈവത്തെയും ചിന്തിക്കുന്നു. 2 പേരെ ഒരുമിച്ച് സേവിപ്പാൻ കഴിയില്ല. കർത്താവ് പറയുന്നു, ഒരാളെ പകയ്ക്കും നിങ്ങളെങ്കിൽ. ഒരാളെ പകയ്ക്കൂ എന്നാണ് പറഞ്ഞത്. പകയ്ക്കൂ എന്ന് വെച്ചാൽ വേണ്ട എന്ന് പറയുന്നു. ദൈവത്തെ വേണ്ട. സാധാരണ മനുഷ്യനെടുത്ത് നോക്ക്, ദൈവത്തെക്കാൾ ബെറ്റർ പണമാണ്. ഇല്ലേ? പ്രാർത്ഥിക്കാൻ സമയമില്ല, പൈസ ഉണ്ടാക്കണം. വചനം ധ്യാനിക്കാൻ സമയമില്ല, പൈസ ഉണ്ടാക്കണം. പള്ളിയിൽ പോകാൻ സമയമില്ല, പൈസ ഉണ്ടാക്കണം. ജോലിക്ക് പോകണം, അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, പൈസ ഉണ്ടാക്കണ്ടേ, സമയമില്ല. രാവിലെ എഴുതിച്ച് പ്രാർത്ഥിപ്പാൻ സമയമില്ല, വചനം ധ്യാനിക്കാൻ സമയമില്ല. എങ്ങനെ അടുത്ത് പൈസ ഉണ്ടാക്കാം, എങ്ങനെ കുറച്ചുകൂടെ ഉണ്ടാക്കാം, ഈ ചിന്ത, നിങ്ങളിനി എത്ര പണക്കാരോ പാവപ്പെട്ടനായിക്കൊള്ളട്ടെ, ഈ ചിന്ത നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വചനധ്യാനത്തെ തടയുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയെ തടയുന്നുവെങ്കിൽ, നിങ്ങളെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഉറപ്പാണ്. ട്രാപ്പിനകത്താണ്. തിരിച്ചു വന്നേ പറ്റൂ. ഇത് വിടണം. ഈ ചിന്ത വിടണം. നിങ്ങൾ വചനത്തിനകത്തേക്ക് വരാൻ ഇതൊരു തടസ്സമാകരുത്. നിങ്ങളുടെ ദാരിദ്ര്യം തടസ്സമാകല്ലേ, നിങ്ങളുടെ സമ്പത്ത് തടസ്സമാകല്ലേ, നിങ്ങളുടെ തിരക്കൊരു തടസ്സമാകല്ലേ. ധനത്തിൻ്റെ വഞ്ചന എന്ന് വേദപുസ്തകം പറയും. ധനത്തിൻ്റെ വഞ്ചന, ശ്രദ്ധ.
പണത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കരുത്. അത് ദൈവത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള തരാൻ പറ്റും. സദൃശ്യവാക്യം 10:22, സദൃശ്യവാക്യം 10:22, സദൃശ്യവാക്യം 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ദൈവമക്കൾക്കുള്ള ദൂത് ശ്രദ്ധിച്ച് കേൾക്കുക. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. സോറോ എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്നു. അതായത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. എന്നാൽ അതിനകത്ത് മനസ്സിലാക്കേണ്ട, നമ്മുടെ അധ്വാനിക്കുമ്പോൾ പോലും നമ്മളൊരു ജോലി ചെയ്താൽ നമുക്കതിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാസം ഇത്ര വരുമാനം ഉണ്ടെന്ന് വെച്ചോ, ഈ വരുമാനം നിങ്ങളുടെ കയ്യിൽ നിർത്തുന്നത് ദൈവാനുഗ്രഹമാണ്. ഈ വരുമാനം നിങ്ങൾക്ക് 30,000 രൂപ വരുമാനം ഉണ്ടെന്ന് വെച്ചാൽ ഈ 30,000 രൂപ ബാലൻസ് വെച്ച് നിങ്ങളുടെ വീട്ടിനകത്ത് നിർത്തുന്ന ദൈവത്തെ കൃപയാണ്. ഇത് 10 ദിവസം കൊണ്ട് തീർന്നൂടെ? 5 ദിവസം കൊണ്ട് കൊള്ളയടിച്ചൂടെ സാത്താന്? അത് അനുഗ്രഹമല്ല. അനുഗ്രഹം ലാഭമാകും. അനുഗ്രഹം ബാലൻസ് ആണ്. ദൈവമക്കളുടെ ജീവിതത്തിന് ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫിൽ ഞാൻ പറയും പറ്റും. 10,000 രൂപ നിൻ്റെ വീട്ടിൽ കിട്ടിയാലും ബാലൻസ് ആക്കാൻ ദൈവത്തിന് കഴിയും. അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് പറ്റും. എന്നാൽ അധ്വാനത്തോട് നീ ഒന്നും കൂട്ടില്ല എന്ന് പറഞ്ഞതിനർത്ഥം നിൻ്റെ ടെൻഷൻ മുഴുവൻ അതിലത്ത് കൊടുത്തേക്കാണ്, നിൻ്റെ ലൈഫ് മുഴുവൻ പണത്തിൽ കൊടുത്തേക്കാണ്, ശ്രദ്ധ മുഴുവൻ അതിൽ കൊടുത്ത് എന്നിട്ട് കിടന്ന് അധ്വാനിക്കുകയാണ്. ഭയങ്കര അധ്വാനമാണ്, ഭയങ്കര പ്രവർത്തനമാണ്, പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സങ്കീർത്തനം 127:1 നമ്മൾ സുപരിചിതമായ വചനം. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ചുമ്മാ ഇരുന്ന് കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കടാ, മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുക, അവിടെ ഇരിക്കുക, വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് നിന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യും. 10 രൂപ ഉണ്ടാക്കേണ്ടത് 100 രൂപയായിട്ടത് മാറും. 1000 ഉണ്ടാക്കേണ്ടടുത്ത് 5000 ആയിട്ടത് മാറ്റാൻ ദൈവത്തിന് കഴിയും. എന്നാൽ നമ്മൾ കിടന്ന് വറീഡായി അധ്വാനിച്ചത് 1000 ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവച്ചാൽ 1000 കാക്ക കൊണ്ടുപോലെ പറന്നു പോകും. അങ്ങനെ സംഭവിച്ചൂടെ? അനുഗ്രഹം നിൽക്കുവോ നഷ്ടപ്പെടുവോ? പ്രിയമുള്ളവർ, ഒരു ഗ്യാരൻറ്റിയുമില്ല. സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ ബാലൻസ് ആകും. ഫിനാൻസിനെ പറ്റി പറയാൻ എനിക്ക് സമയമില്ല. എന്നെങ്കിലും നമുക്കൊരു അവസരം കിട്ടും വന്ന് കംപ്ലീറ്റ് ഫിനാൻസിനെ പറ്റി വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത്ഭുതം. വേദപുസ്തകത്തിനകത്ത് ഫിനാൻസിനെ പറ്റി വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. എങ്ങനെ സാമ്പത്തികം ക്രമപ്പെടുത്തണം. അനുഗ്രഹിക്കപ്പെടും. 100% എനിക്ക് ഉറപ്പുണ്ട്, അനുഗ്രഹിക്കപ്പെടും. അത്ഭുതമായിട്ട് അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സ് പോകരുതേ. 1 തിമോത്തിയോസ് 6:10. 1 തിമോത്തിയോസ് 6:10. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. കണ്ടോ, ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള ആഗ്രഹം, അത് സകലവിധ ദോഷത്തിന് മൂലമത്രേ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകലുന്നു. പൈസ എന്ന ചിന്ത തലയ്ക്കകത്ത് നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശ്വാസം പോകും, ദൈവഭക്തി പോകും, ചടങ്ങ് സാധനം കാണും, പ്രാർത്ഥന കാണും, വചനധ്യാനമൊക്കെ കാണും, പള്ളിയിലേക്ക് പോകുമായിരിക്കും, പ്രവർത്തനമൊക്കെ നടത്തുമായിരിക്കും, ഭയങ്കര ആക്റ്റീവായിരിക്കും. ലൈഫിനകത്ത് മുള്ളായി ഈ പണം നിൽക്കുന്നു. ചിന്ത, ദ്രവ്യാഗ്രഹം, അത് 2ാം സ്ഥാനത്തേക്ക് തള്ളിക്കളയൂ. 2ാം സ്ഥാനത്ത് പണം ഉണ്ടായാലും നിങ്ങൾക്ക് അതിനകത്ത് മറന്നു പോകരുത്. പണം ഉണ്ടാവട്ടെ, എന്താ കുഴപ്പം? പണം ഉണ്ടാവുന്ന നല്ല കാര്യമാണ്, ആൾക്കാർക്ക് കൊടുക്കാം, സഹായിക്കാം, തലമുറക്ക് അതവിടെ ഇരുന്നോട്ടെ. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവനെക്കുറിച്ച് ഭാരപ്പെടേണ്ട, അതവിടെ ഇരിക്കട്ടെ. നല്ലതല്ലേ, പൈസ ഉണ്ടാകണം, നല്ല കേട്ടോ, ഇഷ്ടം പോലെ പൈസ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കർത്താവ് സമർത്ഥമായി നൽകുന്ന പദ്ധതി പറയുന്നു, അത് സംഭവിക്കും. പക്ഷെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മനസ്സ് പണത്തിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് പൈസ കിട്ടിയാൽ പിന്നെ അതിനകത്തായി തീരുന്നു. പൈസ കിട്ടിയാൽ പിന്നെ ദൂർത്തടിക്കാൻ ശ്രമിക്കുന്നു. പൈസ കിട്ടിയാൽ പിന്നെ ആഡംബരത്തിൻ്റെ പിന്നാലെ പോകുന്നു. മനുഷ്യൻ്റെ ശ്രദ്ധ പണത്തിൽ പോകുന്നത് കൊണ്ട് കർത്താവ് ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ പണം പിടിച്ചു വയ്ക്കും. കൊടുത്തായി അവൻ സ്വർഗത്തിൽ വരത്തില്ല. കൊടുത്താൽ അങ്ങ് അടിപൊളി ജീവിതമായി പോവും. പണത്തിൽ ശ്രദ്ധ കൊടുത്തു. പണം കിട്ടുമ്പോൾ അങ്ങോട്ട് അങ്ങനെ ആവില്ല. ദൈവഹിത, എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ, ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു സാധനം പോലും നിൻ്റെ വീട്ടിൽ വരരുതെന്നാണ്. ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു സാധനവും നിൻ്റെ വീട്ടിൽ നീ വാങ്ങരുത്. സീരിയസ് ആയിട്ട് കർത്താവിനെ പഠിപ്പിച്ചതാണ്. കഴിയുന്നത്ര ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്. 100% എനിക്ക് അങ്ങനെ അഹങ്കാരം പറയാൻ പറ്റില്ല. തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്നോട് ചോദിക്കാതെ, എന്നോട് പ്രാർത്ഥിക്കാതെ നമ്മൾ ചുമ്മാ വഴിയിലേക്ക് പോകുന്ന സമയത്ത് അത് കൊള്ളാലോ, ഇത് കൊള്ളാലോ, നമ്മൾ ചാടി ഇറങ്ങുന്നു, വാങ്ങുന്നു, വീട്ടിൽ കൊണ്ടു. ചെറിയ സാധനമല്ല, ആഹാര സാധനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ പല സംഭവങ്ങൾക്കകത്തും ദൈവഹിതപ്രകാരമല്ലാതെ പണമുള്ളതിൻ്റെ അഹങ്കാരമാണ്. ദൈവമക്കളെ, നിങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ പരിണിത ഫലം എന്നെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടി വരും. നിങ്ങൾ
പൈസ ദൂർത്തടിക്കാനുള്ളതല്ല, തോന്നും പോലെ വിനിയോഗിക്കാനുള്ള. ഇവൻ ദരിദ്രരെ സഹായിക്കുന്നത് പോലും സീരിയസ്ലി കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യം, പാവപ്പെട്ട ഒരുത്തന് കൊടുക്കണമെങ്കിൽ പോലും സൂക്ഷിച്ചോളണമെന്നാണ്. ദൈവം അനുവദിക്കാതെ കൊടുക്കരുത് എന്നാണ് എന്നോട് കർത്താവ് പറഞ്ഞത്. ചില സ്ഥലങ്ങളിൽ കൊടുക്കരുത് എന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കരുത്, അയാൾക്ക് കൊടുക്കരുത്. ആളധ്വാനിക്കട്ടെ. ചില ആൾക്കാർ എത്ര കിട്ടിയാലും പഠിക്കാത്ത ചില ആൾക്കാരോട് കൊടുക്കരുത്, സഹായിക്കരുത്. ദൈവം അതിന് അനുകൂലമല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പണം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് തോന്നുന്ന പോലെ ഉപയോഗിച്ചാൽ അത് അപകടമാവും. അതുകൊണ്ട് പണമില്ലാത്തല്ല, പണത്തിൽ ശ്രദ്ധ കൊടുക്കണ്ട. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. ഇനി ഇല്ലെങ്കിലും അതിനകത്ത് കണ്ടി മതി മറന്ന് അതിനു വേണ്ടി ബന്ധപ്പെടരുത്. കർത്താവിലേക്ക് നോക്കൂ. വചനത്തിൽ അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പൈസയുടെ ചിന്ത വരാൻ പാടില്ല. വചനം വായിക്കുന്ന സമയത്ത് പൈസയുടെ ചിന്ത വരാൻ പാടില്ല. അതില്ലാതിരിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. അത് നിങ്ങളെ കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാൻ തടയരുത്. തടഞ്ഞാൽ അത് മുള്ളായി മാറും. വചനം ആക്റ്റീവാവില്ല. ശ്രമിക്കൂ. ആരുടെയെങ്കിലും ജീവിതത്തിനകത്ത് പണം ഒരു ചിന്തയെ മാറുന്നുവെങ്കിൽ അതിനെ മാറ്റാനായിട്ട് പ്രാർത്ഥിക്കൂ കേട്ടോ ദൈവത്തോട്. എബ്രായർക്ക് ലേഖനം 13:5, എബ്രായർ 13:5 നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നവൻ അരുളി ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ചില സന്ദർഭങ്ങൾ നമുക്ക് ദാരിദ്ര്യമായിരിക്കാം, മനസ്സിലാവുന്നു. ചില സന്ദർഭങ്ങൾ നമുക്കില്ലായിരിക്കാം, ഇല്ലാത്ത വേള വരാം. നമുക്ക് വീട്ടിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം വരാം. അത് വാങ്ങാനുള്ള പൈസ ഇല്ലാത്ത സാഹചര്യം വരാം. കാരണം നമ്മൾ ഇത്രയേ നാൾ ഞാൻ ഇങ്ങനെ എന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വന്നു, ഒരു പെട്ടെന്നൊരു സമയത്ത് ഇല്ലാതെയാവുന്നു. അപ്പോൾ ഇതൊന്നും വാങ്ങാൻ പറ്റുന്നില്ല, മക്കൾക്ക് നല്ലതായിട്ട് ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ല. തൃപ്തിപ്പെടണം, അത്ര തന്നെ. തൃപ്തിപ്പെടണം. മക്കളോട് പറയാം, ഇല്ലടാ പൈസ ഇല്ല, കടം വാങ്ങിക്കാൻ തൽക്കാലം ബുദ്ധിമുട്ടാണ്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അത്ര തന്നെ ഇല്ല. എന്താ കുഴപ്പം? ഇല്ലെന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട്? മക്കളോട് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ചില ആൾക്കാർക്ക് മക്കൾ അറിയിക്കാൻ പാടില്ല. അറിയിക്കണം, മക്കൾ അറിയണം. ഇല്ലെങ്കിൽ ഇല്ലെന്നറിയണം. ആ ഭാരം എന്തെന്ന് അവരറിയണം. ഒരു തെറ്റുമില്ല. അതിനകത്ത് തൃപ്തിപ്പെടാൻ പഠിപ്പിക്കണം. മീൻ വാങ്ങാൻ നിവൃത്തിയില്ലെങ്കിൽ ഇല്ല, തൃപ്തിപ്പെടണം. അതിനകത്തൊരു ദൈവസാന്നിധ്യമുണ്ട്. ഇത് മനസ്സിലായോ? അതിനകത്തൊരു ദൈവസാന്നിധ്യം ഉണ്ടെന്ന് ആ വീട് അനുഗ്രഹിക്കപ്പെടും. ആ കുഞ്ഞിൻ്റെ ഉള്ള ഒന്ന് പിടയട്ടെ, ആ മകൻ്റെ ഉള്ളൊന്ന് പിടയട്ടെ, മകളുടെ ഉള്ളൊന്ന് പിടഞ്ഞവർ നീറട്ടെ, സ്വർഗം അനുഗ്രഹിക്കുമെന്ന്. വേദനകൾ അറിയണം, അതിനകത്ത് തൃപ്തിപ്പെടാൻ പഠിപ്പിക്കണം, ശീലിക്കണം. അല്ല പറയിടാവാനല്ല, ഇല്ലല്ലോ ഇല്ല, അങ്ങനെയല്ല. ഇല്ലടാ ഇത്ര തന്നെ, നീ സ്തോത്രം പറഞ്ഞുകൊണ്ട് കഴിക്കുക, സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കുക, സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, ദൈവം അനുഗ്രഹിക്കുന്നത് നിന്നെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. തൃപ്തിപ്പെടാൻ ശീലിക്കുക, സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിക്കും. ഇഷ്ടംപോലെ ഉദാഹരണം എൻ്റെ ലൈഫിൽ, എനിക്ക് പറയാൻ സമയമില്ല. അപ്പോൾ ഞാൻ വിട്ടുപോയാണ്. 2 ധനത്തിൻ്റെ ചിന്ത, ഇത് മുള്ളായിട്ട് മാറും. ധനം എന്ന ചിന്ത മാറ്റിക്കളയാം. മൂന്നാമത്തെ സംഭവം, ലാസ്റ്റ് സംഭവം, മറ്റ് വിഷയമോഹങ്ങൾ. നമ്മൾ ഒന്നാമത് പറഞ്ഞു ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും. 3 മറ്റ് വിഷയമോഹങ്ങൾ. ഇതിൽപ്പെടാത്ത മറ്റു കുറേ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയം. നമുക്കത് എടുത്തെടുത്തത് പറയാനൊന്നും പറ്റത്തില്ല. എങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഡിസയർ, ഇതിനർത്ഥം ഡിസയർ, പാഷനറ്റ് ലോങ്ങിങ്, തീവ്രമായ ചില ആഗ്രഹങ്ങൾ, ചില ദാഹങ്ങൾ, ഇങ്ങനെ ചില ഇഷ്ടം ചിലതിനോടൊക്കെ കിടക്കുകയാണ്. ആ ഇഷ്ടം നിങ്ങളെ മുള്ളാണ് ജീവിതത്തിനകത്ത്. ദൈവത്തെക്കാൾ കൂടുതലായിട്ട് ഒന്നിനെയും സ്നേഹിക്കാൻ വേദപുസ്തകം അനുവാദം തന്നിട്ടില്ല. അതിൽ ഒരു കോംപ്രമൈസ് നമുക്ക് പറയാനും പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും ഇത് പറ്റുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ സത്യം തുറന്നു പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ തന്നെ കർത്താവേ, നിന്നെ അങ്ങ് എല്ലാവരെക്കാളും സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല കർത്താവേ, എല്ലാറ്റിനെയും സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല കർത്താവേ, കൃപ തരൂ. അങ്ങനെ പ്രാർത്ഥിക്കൂ. അല്ലെ, നമ്മൾ ആരും അങ്ങനെ അല്ലെന്ന്. നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ മക്കൾ ഇല്ല വലുതല്ലേ, നമ്മുടെ കുടുംബം വലുതല്ലേ, പല കാര്യം വലുതല്ലേ, ബന്ധങ്ങൾ വലുതല്ലേ, അല്ലേ? ഏറ്റവും വലിയ ബന്ധം വലുതല്ലേ. നമ്മൾ എത്ര പണം വിറ്റ് ഒരു രോഗം വന്നാൽ നമ്മുടെ വീട്ടിലുള്ളവർ ചികിത്സിക്കില്ലേ? ബന്ധം വളരെ വലുതല്ലേ, സ്നേഹമല്ലേ? ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന വേദന നമ്മൾ കാണുകയല്ലേ? ബന്ധം വലുതാണ്. കർത്താവ് പറഞ്ഞു, അതിനേക്കാൾ നീ എന്നെ സ്നേഹിക്കണോ. നമുക്ക് എങ്ങനെ അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും ആ സംഭവം? പക്ഷെ പറ്റുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, തെറ്റ് തന്നെയാണ്, തെറ്റാണത്. പ്രാർത്ഥിച്ചോളണേ. അതാണ് എനിക്ക് ആ പ്രാക്ടിക്കൽസ് എനിക്ക് അതേ പറയാൻ പറ്റൂ. പ്രാർത്ഥിച്ചു കൊള്ളുക അതിനുവേണ്ടി. മറ്റു വിഷയമോഹങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച്. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-13 വചനങ്ങൾ. തീത്തോസ് 2:12-13 വചനങ്ങൾ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്
ഭക്തികേടും പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഇതിനകത്ത് പറയുന്നൊരു കാര്യം, നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നത് നിങ്ങൾ സ്വർഗീയ പ്രത്യാശയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്, സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ വർജിക്കണം. എന്ത് വർജിക്കണം? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരണം. പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രപഞ്ചമോഹങ്ങൾ, ഫേസ്ബുക്കിനകത്താണ് മോഹം, ദൈവത്തെക്കാൾ മോഹം. പ്രപഞ്ചമോഹമാണത്. ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം ഞാൻ പറയുകയാണ്. എവിടെയാണ് നിൻ്റെ ശ്രദ്ധ കൂടുതൽ? എവിടെ ഇരിക്കാനാണ് ഇഷ്ടം? കൂടുതൽ സമയം എവിടെയാണ് ഇരിക്കുന്നത്? ഫേസ്ബുക്കിലാണോ കൂടുതൽ സമയം ഇരിക്കുന്നത്? യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണോ കൂടുതൽ സമയം ഇരിക്കുന്നത്? നീ പ്രപഞ്ചമോഹിയാണ്, നീ ലൗകിക മോഹിയാണ്, ജഡമോഹിയാണ്. ജഡത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമയം വെച്ചു കൊടുക്കുന്നു. ആ വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. കോംപ്രമൈസ് ഇല്ല. ഈ കാലഘട്ടത്തിൽ പ്രയാസമെന്ന് തോന്നുന്നൊരു സംഗതിയാണ്. പ്രയാസമൊന്നുമല്ല. ഇതിനകത്തിരിക്കുന്ന എത്രയോ പേര് എൻ്റെ അടുത്ത് അനുഭവം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നെറ്റ് റീചാർജിങ് നിർത്തിയതാണ്. ഞാൻ നെറ്റ് റീചാർജ് ചെയ്യുന്നില്ല അച്ഛാ, കാരണം ഞാൻ ഫേസ്ബുക്കിനകത്ത് അടിമയാണ്. അതെനിക്ക് വേണ്ട, അതെനിക്ക് സ്റ്റോപ്പ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ റീചാർജ് ചെയ്യുന്നില്ല. എത്രയോ പേര് ഇതിനകത്ത്, എത്രയോ പേര് എനിക്കറിയാം. പ്രിയമുള്ളവരെ, പറ്റുമെന്ന് തെളിയിച്ചവരിനകത്ത് ഇരിപ്പുണ്ട്. സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല, എന്തെങ്കിലും സാക്ഷ്യങ്ങൾ പറഞ്ഞോളണേ. പറ്റും എന്ന് തെളിയിച്ചവരും അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇതാണ് സന്തോഷമെന്ന് പറഞ്ഞ ജീവിതം സാത്താൻ്റെ മുമ്പിൽ അടിമപ്പെടുത്തിയ ജീവിതങ്ങളുമുണ്ട്. സിനിമയാണ് ഏറ്റവും വലിയ ആകർഷണം. ഒരല്പസമയം കിട്ടിയ സിനിമയാണ്. പ്രാർത്ഥിക്കൊക്കെ ചെയ്യും, ബൈബിളൊക്കെ വായിക്കും, എങ്കിലും 2.5 മണിക്കൂർ സിനിമ കാണുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥനയൊന്നുമില്ല. അതിനേക്കാൾ വലിയ പ്രാർത്ഥന ഉണ്ടോ? 2.5 മണിക്കൂർ സിനിമ കണ്ടിട്ട് എത്ര സമയം നിങ്ങൾ പ്രാർത്ഥിക്കും? കോമ്പൻസേറ്റ്. ഞാൻ പണ്ടൊക്കെ പറയാറുണ്ട്, എന്നാൽ പിന്നെ 5 മണിക്കൂർ പ്രാർത്ഥിക്കൂ. ദൈവമല്ലേ വലുത്, ദൈവമല്ലേ വലുത്. 2.5 മണിക്കൂർ സിനിമ കാണാൻ സമയം ഉണ്ടെങ്കിൽ 5 മണിക്കൂർ പ്രാർത്ഥിക്കും, 5 മണിക്കൂർ ഇരിക്കും. എന്നാൽ ഓക്കെ, കോമ്പൻസേറ്റ് ചെയ്യാം നമുക്ക്. ദൈവത്തെക്കാൾ വലുതായിട്ട് നിന്റെ ആകർഷണം ഇതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ തെറ്റ്. ഈ ലൗകിക മോഹത്തിനകത്ത് വീണു, ജഡത്തിൻ്റെ മോഹത്തിനകത്തൊരു മനുഷ്യൻ വീഴുന്നു. അതൊരു മുള്ളായി മാറും. എത്ര വചനം കേട്ടാലും ഇത് വന്നിങ്ങനെ ഞെരിക്കും. ഈ സിനിമയുടെ കഥകളും സിനിമയുടെ സീനുകളും ഈ ഫേസ്ബുക്കിൽ കാണുന്ന സംഭവങ്ങളും ഫോട്ടോസും വീഡിയോസും ഇത് തലയ്ക്കകത്ത് വന്നുകൊണ്ടേയിരിക്കും. പ്രാർത്ഥനയെ ഞെരുക്കും, വചനത്തെ ഞെരുക്കും, വചനം ആക്റ്റീവ് ആവാതിരിക്കും. പ്രപഞ്ചമോഹങ്ങളെ വർജിക്കൂ എന്നാണ്. വർജിക്കൂ, കർത്താവിൻ്റെ മക്കൾ വർജിക്കൂ എന്നാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17 വചനങ്ങൾ. 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിനുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. വലിയ വലിയ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കി, വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കിയാലും, എത്ര ആഡംബരത്തൊരു സുഖിച്ച് ജീവിച്ചാലും, ഒറ്റ നിമിഷം കൊണ്ട് കംപ്ലീറ്റ് തൂത്തു പറക്കി പോകുന്ന കാഴ്ചകൾ. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. ഒരു ഗ്യാരണ്ടിയുമില്ല എന്തേ നിങ്ങളുടെ ലൈഫിനെ പറ്റി, ഒരു ഗ്യാരണ്ടി. എന്നിട്ട് മനുഷ്യൻ പഠിക്കുന്നില്ലെന്നുള്ളതാണ്. ഒരു ഗ്യാരണ്ടിയുമില്ല. ഒരു പനി മതി തീരാൻ, ഒരു പനി വന്നാൽ മതി ഈ കാലഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ. നമ്മുടെ ശ്രദ്ധ മുഴുവനത് മരിച്ചാൽ നീ എവിടെ പോകും? നീ എല്ലാം സുരുക്കൂട്ടി വെക്കുന്നു, നിന്റെ ശ്രദ്ധ മുഴുവൻ ലോകത്തിൽ കൊടുക്കുന്നു. ഇപ്പോൾ നീ മരിച്ചാൽ നീ എവിടെ പോകും? നിന്റെ ആത്മാവ് എവിടെ പോകും? ഈ ചിന്ത മനുഷ്യന് പോയി. ഈ ചിന്ത തലയ്ക്കകത്ത് വരണം. കർത്താവേ, നിന്നെ അല്ലാതെ ഈ ലോകത്തിലെ ഒന്നിനെ സ്നേഹിക്കാൻ ഇടവരരുത്. ഈ വചനം അങ്ങനെ പറയുന്നു. ലോകത്തെയും ലോകത്തിനുള്ളവയെ സ്നേഹിക്കരുത്. സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ ഹൃദയം കൊടുക്കരുത് എന്നാണ് അർത്ഥം. ആവശ്യത്തിന് ഉപയോഗിച്ചുകൂടാന്ന് അർത്ഥത്തിലല്ലത്. ആവശ്യത്തിനോട് ഇതൊക്കെ 2ാം സ്ഥാനത്ത് തള്ളപ്പെട്ടവരാണ്. പണമാകട്ടെ, വീടാകട്ടെ, സൗന്ദര്യമാകട്ടെ, വസ്ത്രമാകട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ആവശ്യത്തിനുവേണ്ടി കർത്താവ് വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. കർത്താവിനേക്കാൾ കൂടുതൽ ഇതിൽ ശ്രദ്ധ വച്ചാൽ നിങ്ങളുടെ മനസ്സ് അതിനകത്തേക്ക് പോകും, മനസ്സ് അതിലേക്ക് പോകും, ശ്രദ്ധ അതിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ വചനം ആക്റ്റീവ് ആകില്ല, വചനം തലയ്ക്കകത്ത് വരില്ല, ധ്യാനിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടത്തില്ല. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല, അതുകൊണ്ട് നമ്മൾ താഴോട്ട് പോവാണ്. 2 വാക്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വചനം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-ാം വചനം. കൊലോസ്യർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയ, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ദുർനടപ്പ്, തെറ്റായ നടപ്പ്, മോഹങ്ങൾ, ജഡിക മോഹങ്ങൾ, ലൈംഗിക മോഹങ്ങൾ, സൗന്ദര്യമോഹങ്ങൾ, അല്ലെങ്കിൽ ആഡംബരങ്ങൾ, വസ്ത്രത്തോടുള്ള അമിതമായ ആർത്തികൾ എന്നൊക്കെ ഫാഷൻ്റെ ഒരു മായിക ലോകത്തേക്ക് ജനം വീണ്ടുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഒന്നും പോകാൻ പാടില്ല. അങ്ങനെ ഒന്നും അങ്ങ് മായിക ലോകത്തൊന്നും പോകാൻ പാടില്ല. സത്യമായിട്ടും പോകാൻ പാടില്ല. അപോകാൻ പാടില്ല. ദുർനടപ്പ് വരാൻ പാടില്ല. തെറ്റായ ബന്ധങ്ങൾ, ദുർനടപ്പ്. ചില ആൾക്കാർ ഇന്ന് ഒരു പുതു തലമുറയ്ക്കകത്ത് കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ബന്ധങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ. തെറ്റായ ബന്ധങ്ങൾ തെറ്റ് തന്നെയാണ്. ദൈവസന്നിധിയിൽ നിന്ന് അവർ അകറ്റിക്കളയുന്നു. ഓരോ ബന്ധങ്ങൾ കൂട്ടി വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുമുണ്ട്. ബന്ധങ്ങൾ വച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്ക് ഈ ബന്ധം കിട്ടാൻ വേണ്ടി ദൈവത്തെ യൂസ് ചെയ്യുന്നു. തെറ്റ്. ദൈവഹിതപ്രകാരമായ ബന്ധമേ പാടുള്ളൂ. അതാണ് ദൈവ പൈതലിൻ്റെ ബന്ധ പ്രാർത്ഥന. കർത്താവെ, നീ തരുന്നതാണ് എൻ്റെ ബന്ധം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്. അതല്ലാതെ ഞാൻ ഒന്ന് സെലക്ട് വെച്ചിട്ടുണ്ട്, ഇത് തരണേ 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 എന്ന് പറയുമ്പോൾ എൻ്റെ മോഹം ഞാൻ അവിടെ കൊടുത്തു, എൻ്റെ ഹൃദയം അവിടെ കൊടുത്തു പോയി. കർത്താവെ, വേറെ നിവൃത്തിയില്ല. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവും? നിൻ്റെ ഹൃദയം കർത്താവിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇല്ല. നീ തരുന്നത് മതി എന്ന് പറയുന്ന താഴ്ത്ത ജീവിതം ഹൃദയം പോയതാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, വ്യക്തമായിട്ട് മനസ്സിൽ നമ്മുടെ നടപ്പ് ശ്രദ്ധിക്കുക, നമ്മുടെ നോട്ടങ്ങൾ ശ്രദ്ധിക്കുക. കൊതിപ്പിക്കുന്നതിലേക്ക് പോകല്ലേ. ഇത് വഞ്ചനയാണ്, കൊതിപ്പിക്കുന്നത്. ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കാം. യാക്കോബ് ലേഖനം 1-ാം അധ്യായം. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 14, 15, 16. യാക്കോബ് 1, 14, 15, 16. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. വളരെ ക്ലീനാണ് ആ വാക്യം, വളരെ ക്ലീൻ. ഓരോരുത്തരും പരീക്ഷിക്കുക. എന്തുകൊണ്ട് എനിക്ക് ഈ പരീക്ഷ? എന്തുകൊണ്ട് കർത്താവ് ഈ പരീക്ഷ? എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നു? എന്തുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ വന്നു? എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ? പരീക്ഷിക്കപ്പെടുന്നതിൻ്റെ റീസൺ സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാൽ. എവിടെ ആകർഷിക്കപ്പെട്ടു? ലൗകികതയിലേക്ക് വശീകരിച്ചു, നിങ്ങളെ ആകർഷിച്ചു. അങ്ങനെ ആകർഷിച്ച് അങ്ങ് മോഹം അങ്ങനെ ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണത്തെ പിറന്നു. എൻ്റെ പ്രിയൻ സഹോദരൻ, വഞ്ചിക്കപ്പെടരുത്. നിങ്ങളെ ആകർഷിച്ചു, എവിടെയോ ഒന്ന് ആകർഷിച്ചു നമ്മളെ, അല്ലേ? ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങളുടെ ആകർഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യണം ഉടനെ. നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം നിങ്ങളിങ്ങനെ മനസ്സിനകത്ത് കൊതി തോന്നാണ്. അത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ, അത് വാങ്ങിച്ചാലോ, അത് ഉപയോഗിച്ചാലോ. തെറ്റല്ലാത്ത കാര്യമായിരിക്കാം, തെറ്റല്ലാത്ത കാര്യം. പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്തൊരു മോഹം ജനിക്കുന്നു, ഒരു കൊതി ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നു. കൊച്ചു പിള്ളേരിലൊക്കെ ധാരാളമായിട്ട് സംഭവം നോർമലി കാണാം. പക്ഷെ ഞാൻ മെച്ചുറായിട്ട് ആൾക്കാരോട് സംസാരിക്കുകയാണ്. ഒരു കൊതി അതിനകത്തേക്ക് ഉണ്ടായി വരുന്നു, ഒരു ആകർഷണം അവന് തോന്നുന്നു. റീതിങ്ക് ചെയ്യണം ഉടൻ തന്നെ. മനസ്സിലായോ? ഇത് മോഹമാണോ അതോ നെസസിറ്റി ആണോ എന്ന് റീതിങ്ക് ചെയ്യണം. എൻ്റെ വീട്ടിൽ ഇത് അത്യാവശ്യമുള്ളതാണോ അതോ എൻ്റെ കൊതിയാണോ? മനസ്സിലാകുന്നോ? ശരി, ഭക്ഷണം നമ്മൾ പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാൻ തീരുമാനം എടുക്കുന്നു. തെറ്റില്ല, ഭക്ഷണം വേണ്ടി വന്നാൽ കഴിക്കാം. പക്ഷെ നിങ്ങൾ ഇത് ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം, നമുക്ക് ഇന്ന് ഇത് ഇവിടുന്ന് കയറി ഇത് കഴിച്ചാലോ, ഭർത്താവ് പറയാണ് നമുക്കിവിടെ കഴിച്ചാലോ, ഭാര്യ പറയണത് കഴിച്ചാലോ. അത് മോഹമാണോ അതോ ആവശ്യമാണോ എന്ന് റീതിങ്ക് ചെയ്യണം. ആവശ്യമാണോ മോഹമാണോ? കൊതിയാണോ? കൊതിയാണെങ്കിൽ വെയിറ്റ്. അപ്പോൾ പറയാം, വീട്ടിലിരിക്കല്ലേ, നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്ത് വീട്ടിൽ എത്തുമല്ലോ, വീട്ടിൽ സാധനം ഉണ്ടല്ലോ, പിന്നെ നമുക്കിത് വാങ്ങണോ, വെളിയിൽ നിന്ന് കഴിക്കണോ? കൊതിയാണോ അതോ ആവശ്യമാണോ? കൊതിയാണെങ്കിൽ ട്രാപ്പാവും. ട്രാപ്പാവും. ആ ദൈവത്തിൻ്റെ കവറിങ് അവിടെ കാണത്തില്ല. ദൈവ മക്കൾക്ക് കവറിങ് ഉണ്ട് ദൈവത്തിൻ്റെ. ഞാൻ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കവറിങ് ആ സമയത്ത് നഷ്ടപ്പെടും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കവറിങ് കാണില്ല. മോഹത്താൽ നിങ്ങൾ ആകർഷിക്കപ്പെട്ടു. ആ ഭക്ഷണത്തിനകത്തൂടെ ഒരു ഇരുട്ടിൻ്റെ സാന്നിധ്യം നിങ്ങൾ പ്രവേശിക്കും. ഇത് സത്യമാണ്. നിങ്ങൾ ഒരു പാപവും ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്നു, നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ല, ഒരു തിന്മയും ചെയ്തിട്ടില്ല, ആരും ചീത്ത വിളിച്ചിട്ടില്ല, ആരും ദ്രോഹിച്ചിട്ടില്ല, ആരെയും കൊള്ളയടിച്ചിട്ടില്ല, എൻ്റെ പൈസ കൊടുത്തൊരു സാധനം വാങ്ങിച്ചു തന്നു. കർത്താവ് നോക്കുന്നത് ഇത് ശരിക്കും നിനക്ക് ആവശ്യമായിരുന്നോ? നിന്റെ മോഹം നിന്നെ ഗർഭം ധരിച്ചിട്ട് ഈ സാധനം കഴിച്ചകത്താക്കിയതാകണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് കവറിങ് കിട്ടത്തില്ല, അത് ട്രാപ്പാവും, സാത്താൻ പ്രവേശിക്കാൻ കവാടമാകും. അത് നിന്റെ ലൈഫിനെ തൊടും. നിങ്ങളുടെ വീട്ടിനകത്ത് അന്നൊരു ഇരുട്ടിൻ്റെ ആത്മാവ് കയറി വരും. അന്ന് രാത്രി പ്രാർത്ഥനയും ഇല്ല എന്ന് വെച്ചോ, നേരെ ചൊവ്വേ പ്രാർത്ഥനയും ഇല്ല, പാപമേറ്റു പറച്ചിലില്ല, വിശുദ്ധിയുള്ള പ്രാർത്ഥനയില്ല. ആ സാത്താൻ അവിടെ തുടരും, ആ പിശാച് അവിടെ തുടരും. സംശയം തോന്നുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര എണ്ണത്തിനകത്ത് കയറ്റിയിട്ടുണ്ടെന്ന്. ഇത് ആരെ തൊടും? പഴുതുള്ളവനൊക്കെ തൊടും വീട്ടിനകത്ത്. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയെ തൊടുന്നില്ല. അപ്പൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പനെ തൊടുന്നില്ല. പ്രാർത്ഥിക്കാത്തൊരു പൈതലിരിപ്പുണ്ട്, അവനെ തൊടും. ഒരു തെറ്റ് ചെയ്തില്ല, ആ ചെറുക്കനെ തൊടും, ആ മോളെ തൊടും. അത് കവറും കിട്ടുന്നില്ല അവർക്ക്.
ടീച്ചർ സാക്ഷ്യം പറഞ്ഞു മക്കൾക്ക് വേണ്ടി ഓടണം. അത് ദൈവം കൊടുത്ത വെളിപ്പാടാണ് അവർക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ? മക്കൾക്ക് വേണ്ടി രാപകലില്ലാതെ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും കഴിഞ്ഞേ പറ്റൂ. വേറൊരു വകുപ്പില്ല ഈ കാലഘട്ടത്തിൽ. അത്ര അപകടകരമായൊരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മക്കളെ കവർ ചെയ്യൂ. മനസ്സിലാകുന്നു? ഒരു പഴുത് നിങ്ങൾ ഇട്ട് കൊടുത്തു, മോഹം കാരണം ഒരു പഴുതിട്ടപ്പോൾ അകത്ത് കയറിയ സാധനം മക്കളെ തൊടുന്ന്, അതിന് കവറിങ് കൊടുക്ക്. അല്ലെങ്കിൽ ഇത് ഏറ്റുപറ. മോഹിച്ചിട്ടാണോ ഈ സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കർത്താവ് പറഞ്ഞതാണ്, നീയുടെ സൂക്ഷിച്ച ഒരു സാധനം വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കാവൂ. എൻ്റെ അനുവാദമില്ലാതെ, കവറിങ് ഇല്ലാതെ നീ കൊണ്ടുവരല്ലേ. സീരിയസ് വിഷയമാണത്. എൻ്റെ കവറിങ് ഇല്ലാത്തൊരു സാധനം നീ എടുത്ത് വീട്ടിൽ വെക്കരുത്. ആ കവറിങ് ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കും. എനിക്ക് ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട്. ഞാൻ നിങ്ങൾ ഈ സാധനം വാങ്ങുന്ന കാര്യത്തിലൊക്കെ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അങ്ങനെ പെർഫെക്റ്റായിട്ട് ജീവിക്കാനാണ് കർത്താവ് ദൈവമക്കളെ വിളിച്ചത്. ഒരു ശക്തി നിങ്ങളെ തൊടത്തില്ല, ഒരിരുട്ട് നിങ്ങളെ തൊടത്തില്ല, നിങ്ങളെ വീട്ടിൽ നിന്ന് ആരെയും കൊള്ളയടിക്കത്തില്ല. സംരക്ഷകനായ ദൈവം ദൂതന്മാരിറക്കി കാവൽ നിൽക്കും. പഴുതൊരുക്കിയത് നമ്മളാ. മോഹം, പല മോഹങ്ങൾ. അവിടെ മോഹം, ഇവിടെ മോഹം, അത് വേണം, ഇത് വേണം, ആർത്തി മനുഷ്യൻ. എന്തൊക്കെ മോഹങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെ മോഹങ്ങൾ. വളരെ വളരെ കൂടുതലാണ് പ്രിയമുള്ളവരെ. കയ്യിൽ ഉണ്ടായിട്ടും, നമ്മുടെ യൂത്തിന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറയായിരുന്നു, മൊബൈൽ ഫോൺ കയ്യിൽ ഉണ്ട്, ആവശ്യത്തിനുള്ളതുകൊണ്ട്, എന്നാലും കുറച്ചുകൂടെ വാങ്ങിച്ചേ പറ്റൂ. എത്ര ലക്ഷങ്ങളാണ് മുടക്കുന്നത്, എത്ര ആയിരങ്ങളാണ് മനുഷ്യൻ മുടക്കുന്നത്. അപകടമാണ്, തെറ്റാണ്. ദൈവസന്നിധി പാപം ചെയ്യുന്നു. അതിൻ്റെ ദുരാത്മാക്കളെ മാറ്റാൻ ഇനി ആര് പോവും? തിന്മകളിലേക്ക് പോയി ചെറുപ്രായത്തിൽ ട്രെയിൻ ചെയ്യൂ. കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ ട്രെയിൻ ചെയ്യൂ. മക്കളെ വചനം അനുസരിച്ച് ജീവിക്കണോടാ. വചനം അനുസരിച്ച് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഒരു സാധനം വാങ്ങണം, നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവഹിതം അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് ചെയ്യൂ. നിനക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്ക്, കർത്താവ് തരട്ടെ, നമുക്ക് ആവശ്യമാണോ നമുക്ക് ചിന്തിക്കാം. ഇങ്ങനെ പക്വതയുള്ള കുഞ്ഞുങ്ങളെ വളർത്തൂ. തോന്നും പോലെ ദൂർത്തടിച്ച് ഒരു തലമുറ സമൂഹത്തിൽ കാണുമ്പോൾ അത് നോക്കി വളരാൻ അനുവദിക്കരുത്. മോഹം തകർത്ത് കളയും നമ്മുടെ സാത്താൻ. ഈ കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ മോഹങ്ങൾ കൊണ്ട് ഈ സമൂഹത്തെ നിറച്ചിരിക്കുകയാണ്. മോഹിപ്പിക്കുന്ന അനേകം കാഴ്ചകൾ, മോഹിപ്പിക്കുന്ന അനേകം സംഭവങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുകയാണ്. മോഹിപ്പിക്കുന്ന കാഴ്ചകൾ. പിള്ളേരൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതുപോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ കയറി ഇങ്ങനെ നോക്കുകയാണ്. എന്ത് വായിക്കാം, അത് കിട്ടും, ഇത് കിട്ടും. ഇങ്ങനെ അഡിക്റ്റഡായിപ്പോയി. മോഹിപ്പിച്ച് കാഴ്ചകൾ മോഹിപ്പിക്കുന്നു. സിനിമകളെ കണ്ട് അതിനകത്തുള്ള മോഹങ്ങൾ. ഇങ്ങനെ ജീവിച്ചാൽ കൊള്ളാം, ഇങ്ങനെയുള്ള ആളെ കിട്ടിയ കൊള്ളാം, അങ്ങനെ പോയാൽ കൊള്ളാം. മോഹം കൊണ്ട് നിറയ്ക്കുന്നു. സ്കൂളുകളിൽ, കോളേജുകൾ, ഓരോ പിള്ളേർക്ക് പറയുന്ന കഥകളെല്ലാം മോഹിപ്പിക്കുന്നതാണ്. എനിക്കും കിട്ടണമെങ്കിൽ കൊള്ളാം, എനിക്കും കിട്ടിയും കൊള്ളാം, ഞാനും ഇങ്ങനെ ആയും കൊള്ളാം. മോഹം കംപ്ലീറ്റ് ട്രാപ്പാണ്. അന്ത്യകാലഘട്ടം, കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു സംഗതി, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സ് ഓർമ്മിക്കണേ. ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സംഗതി നിങ്ങൾക്ക് മോഹം തലയ്ക്കകത്ത് തരുന്നുവെങ്കിൽ റീതിങ്ക് ചെയ്യൂ. എനിക്കാവശ്യമാണോ, അതോ എൻ്റെ കൊതിയാണോ? ഇത്രയും ഒന്നിരുന്നിട്ട് ശരിക്കും. ചിലർക്ക് ഭയങ്കര ഹോബി. ഹോബി വലിയ ട്രാപ്പാണ്. ഉല്ലാസപ്രിയൻ, എന്താ ബൈബിളിൽ പറയുന്നത് അറിയാമോ? ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരുമെന്ന് വാക്കിട്ട്. ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും. ഭയങ്കര ഉല്ലാസത്തിന് വേണ്ടി ചെയ്യണതാണ്, ഹോബിക്ക് വേണ്ടി ചെയ്തതാണ്, ഹോബി ആയതുകൊണ്ട് ചെയ്തതാണ്. ചില ആൾക്കാർ പെറ്റ് വളർത്തും. പെറ്റ്സിന് ഹോബിയാണ്. എത്ര വീടുകളെന്നറിയാം ദാരിദ്ര്യപ്പെട്ടത്, എത്ര തലമുറകളാണ് നശിച്ചു പോയത്, ജീവിതമില്ലാതെ, പഠനമില്ലാതെ തകർന്നടിഞ്ഞു പോയത്. ഹോബി. ദൈവത്തെക്കാൾ കൂടുതലായി നീ ഹോബിയിൽ പോയാലും പാപമാവുന്നത്. ഏത് സംഗതിയായിരുന്നാലും കർത്താവ് അനുവദിക്കുന്ന ഒരു സംഗതി അല്ലാതെ മറ്റെന്തോ സംഗതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നു. യുവാക്കളോട് ഞാൻ പറയുന്നത്, യുവതികൾ ഇരിപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ ഏതെങ്കിലും കൊതിയിൽ പോകുന്നെങ്കിൽ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കൂ. കർത്താവ് എൻ്റെ കൊതിയാണോ, ഇത് സത്യത്തിലേക്ക് വേണോ? വേണ്ടാന്ന് വയ്ക്കൂ. അത്യാവശ്യമില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കൂ, വിട്ടുകളയൂ, തൃപ്തിപ്പെടൂ. ദൈവം അനുഗ്രഹിക്കും. വലിയ കവറിങ് കിടക്കും. നിങ്ങൾ വചനം എടുക്കുമ്പോൾ വചനം ഇങ്ങനെ പൊടിച്ചങ്ങ് വരും, ഫലമായി മാറും. എല്ലാ നന്മകളും ഒരിടത്തും കർത്താവ് നമ്മളെ തോൽപ്പിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മളായിട്ട് മോഹിച്ച് വീണിട്ട് അത് കാരണം നമ്മൾ വഞ്ചിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെടുന്നു. പിശാച് പരീക്ഷ കൊണ്ടുവരുന്നത് എന്തെന്ന് മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ചുമ്മാ ഒരു പരീക്ഷ നമ്മുടെ മേൽ വരുന്നില്ല, ചുമ്മാ ഒന്നും വരുന്നില്ല. ദൈവം അനുവദിക്കുന്ന ചില റീസൺസ് ഉണ്ട്. അതിൽ ചിലരെ സ്പിരിച്വലി വളർത്താൻ വേണ്ടിയിട്ടാണ്. അതിന് പോലും ചില കാരണങ്ങളുണ്ടായിരിക്കാം, കുറവുകളുണ്ടായിരിക്കാം, ട്രാപ്പുകൾ, നമ്മളായിട്ട് കൊടുത്ത പഴുതുകളുണ്ടാവാം. നമ്മളിത് കൊള്ളയടിക്കപ്പെടുന്നതിൻ്റെ റീസൺ ഞാനിന്ന് സൂചിപ്പിച്ചു പോയ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട് സൂക്ഷിക്കൂ, നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കൂ, നിങ്ങളുടെ വീട്ടിലെ സംസാരങ്ങൾ സൂക്ഷിക്കൂ, നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കൂ. എന്താണ് നിങ്ങളുടെ തലയ്ക്കകത്തോട് ഓടുന്നത്? വചനം പോകുന്നുണ്ടോ, അതോ മറ്റ് വിഷയമോഹങ്ങളാണോ, മറ്റ് വിഷയ കാര്യങ്ങളാണോ, പണത്തിൻ്റെ ചിന്തകളാണോ, ഭൗതിക കാര്യങ്ങളാണോ?
അല്ലെ മറ്റെന്തെങ്കിലും മോഹങ്ങളാണോ? വീടിൻ്റെ കാര്യമാണോ? വീട് വയ്ക്കണമല്ലോ, വീട് വയ്ക്കണമല്ലോ, 24 മണിക്കൂർ ഇത് എൻ്റെ ചിന്തയാണെങ്കിൽ വീടില്ല, സത്യമാണ്, വീട് വയ്ക്കണമെന്നുള്ള സത്യമാണ് എന്ന് പറഞ്ഞു 24 മണിക്കൂറും അവിടെ നോക്കി ഇവിടെ നോക്കി അവരെ പറഞ്ഞു ഇവരെ പറഞ്ഞു യൂട്യൂബിൽ നോക്കി അത് നോക്കി നോ, തെറ്റ്. നീ ദൈവ പൈതലല്ലേ, ദൈവമക്കളല്ലേ? നിനക്കുള്ളത് എന്നേ പ്ലാൻഡാണ്. വിശ്വസിക്കും, നിങ്ങൾക്കുള്ളത് എന്നേ പ്ലാൻഡാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഞാൻ ഉദാഹരണം പറയണം, ഒരു ചെറിയ സംഗതി പോലും പ്ലാൻഡാണ്. ദൈവം പ്ലാൻ ചെയ്ത് വെച്ചേക്കണേ, അവൻ ഇത് കൊടുക്കണം, അത് വാങ്ങിച്ചാൽ മതി. അത് വാങ്ങണമെങ്കിൽ നീ മുറിക്കകത്ത് പോയി ഇരിക്കും ദൈവസന്നിധിയിൽ. അപ്പോൾ കർത്താവ് ഡയറക്റ്റ് ചെയ്യും, നിങ്ങൾ അതിലോട്ട് ഇറങ്ങുക, പിന്നെ പതുക്കെ ഇറങ്ങ്, കർത്താവ് അവിടെ കൊണ്ട് എത്തിക്കും നിങ്ങളെ. മറ്റത് നമ്മൾ കിടന്ന് ഓടുകയാണ്. വളരെ സിമ്പിളാണ് ദൈവത്തിൻ്റെ സ്നേഹം, വളരെ ശാന്തമായൊരു ജീവിതമാണ്. ഒരു ടെൻസ്ഡ് അല്ല, ടെൻഷനിൽ ലൈഫ് അല്ല ദൈവസ്നേഹം. നിങ്ങൾ ആരെങ്കിലും ടെൻഷനായിട്ട് ജീവിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളെ ദൈവം നടത്തുന്നു നല്ലത്. ദൈവം ബദ്ധപ്പാട് തരില്ല, ദൈവം ടെൻഷൻ തരില്ല, ദൈവം ഭാരം തരില്ല. ഇരിക്കാൻ പറയും, നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുക. മനസ്സിലായോ? നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ച് നീ ശാന്തമായിട്ടിരിക്കൂ മകനെ, മോളെ, ഇരിക്കി, വെയിറ്റ്, ബഹളം വയ്ക്കാതെ, ചാടാതെ, വെയിറ്റ്. പതുക്കെ പതുക്കെ വചനം കേൾക്കൂ, വചനം വായിക്കൂ, ധ്യാനിക്കൂ. ഒരു പരിഹാരം ഉണ്ടാവും. ഏത് വിഷയത്തിനും പരിഹാരം ദൈവം തരും, ഉറപ്പാ. ഇരിക്കുവോ തരും, പക്ഷെ ചാടുവോ കിട്ടില്ല. നിൻ്റെ ഇഷ്ടത്തിന് ചാടിയാൽ എന്നാൽ പിന്നെ നീ പൊക്കോ, നീ ചാടിക്കോ. പക്ഷെ ഒന്ന് ശാന്തമായി കർത്താവിന് വിട്ടുകൊടുത്ത് ലോകത്തേക്കൊന്ന് മാറ്റി വചനത്തിലേക്കൊന്ന് വചനമൊക്കെ കേട്ട് ധ്യാനിച്ച് ഇഷ്ടപ്പെട്ട് മോഹിച്ച് ആഗ്രഹിച്ച് നിങ്ങൾ വചനത്തിൽ വളർന്നു വരണമനുസരിച്ച് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ ആകർഷിക്കപ്പെടും. ഈ വചനത്തിൻ്റെ പവർ ഭയങ്കരമാണ്, മാസ്മരിക ഒരു മാഗ്നറ്റിക് പവറുണ്ട്. നിങ്ങൾ സാമ്പത്തിക വിഷയത്തെപ്പറ്റി ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജീവിതം എങ്ങനെ വിശുദ്ധമായി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ അനുസരിച്ച് വരുമ്പോൾ ഈ ഫിനാൻസ് ഒക്കെ ആകർഷിക്കപ്പെടും, വലിച്ചെടുക്കും. ഈ വചനം ഇങ്ങനെ വലിച്ചെടുക്കും ആ ദൈവമക്കളുടെ ജീവിതത്തിനകത്തേക്ക്. സാമ്പത്തികം വന്നു കയറും. അതാണ് പ്രിയനെ ഉറക്കത്തിൽ കൊടുക്കുന്നു പറഞ്ഞാൽ. മാറ്റം നമ്മൾ കിടന്ന് മരിക്കുകയാണ്, വന്നു കയറും. അനുഗ്രഹങ്ങൾ വന്നു കയറും വീട്ടിനകത്ത്, ഉറക്കത്തിൽ കൊടുക്കും. പക്ഷേ ഇതിനകത്ത് വരണം, ഏതിൽ? വചനത്തിൽ വരണം. വചനം വരാതെ വണ്ണം ഞെരുക്കി മുള്ളിട്ട് തകർത്ത് കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളെ സിമ്പിൾ ലൈഫാണ് ക്രിസ്ത്യൻ ജീവിതം. ശാന്തമായൊരു ജീവിതമാണ്, സമാധാനപരമായ ജീവിതം, ടെൻഷൻ ഫ്രീ ആണ്. ഭയപ്പെടരുതേ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെ അല്ല. ശാന്തമാണ് കേട്ടോ. ഏത് വിഷയത്തിനും പരിഹാരം ഉണ്ടാവും, ഏത് വിഷയത്തിനും. വചനത്തിലേക്ക് വരിക, ഇരിക്കുക. നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മൂന്ന് ടൈപ്പ് ഹൃദയങ്ങളെ നമ്മൾ പഠിച്ചു. ഒന്ന്, പെരുവഴിയിൽ വീണ വഴിയരികിൽ വീണ വിത്ത്. അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. 2-ാമത്തെ ദിവസം നമ്മൾ പഠിച്ചു പാറപ്പുറത്ത് വീണ വിത്ത്. വേരില്ലാത്ത കട നശിച്ചു പോയി, വേരോട്ടം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ വിശദമായി പഠിച്ച് മുള്ളിനിടയിൽ വീണ വിത്തിൻ്റെ അവധി പോകും. നമ്മൾ പറഞ്ഞു മുള്ളായി മാറുന്ന കുറേ സംഭവങ്ങൾ. മുള്ളെല്ലാം എടുത്തു കളയും. നല്ല നിലം. നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ നല്ല നിലത്തെപ്പറ്റി പറഞ്ഞ് ഈ ഒരു പ്രത്യേക ഉപമ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുക. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുക. എല്ലാ ഭാരങ്ങളും, എല്ലാ വേദനകളും, എല്ലാ നിരാശകളും, എല്ലാ ടെൻഷനുകളും, എല്ലാ ആകുലതകളും കർത്താവിൻ്റെ കാര്യങ്ങളിൽ വചനത്തിലേക്ക് വരാൻ. പ്രിയരെ, ഈ വചനം ഒരു ചേഞ്ചായി മാറണം നമ്മുടെ ലൈഫിനകത്ത്. എല്ലാവരും ഏറ്റെടുക്കണം. ആരും തോറ്റുപോവല്ലേ പ്രിയമുള്ളവരെ. ഈ വർഷ അവസാനത്തിൽ നിങ്ങൾ വലിയ അത്ഭുത സാക്ഷ്യങ്ങളോട് നിൽക്കേണ്ടവരാണ്, വലിയ സാക്ഷ്യത്തോടെ നിൽക്കേണ്ടവരാണ്. 2024 ഒരു അത്ഭുതമായിട്ടാണ് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തത്. ഒരു മഹാത്ഭുതമായിട്ടാണ് വാഗ്ദത്തം ചെയ്തത്. ഒരുപാട് കഷ്ടതയോടെ, തകർച്ചയോടെ കരഞ്ഞ അനേകം ജീവിതങ്ങൾ എനിക്കറിയാം പ്രിയമുള്ളവരെ. 24 കരഞ്ഞുകൊണ്ട് തുടങ്ങിയവർ, കണ്ണുനീരോടെ ഈ ആരാധനയ്ക്കകത്ത് വന്നിരുന്ന് നിലവിളിച്ചവർ, ഞാൻ രക്ഷപ്പെടുമോ എന്ന് സംശയത്തോടെ കരഞ്ഞവർ. ഈ 6 മാസത്തിനിടയിൽ ദൈവം എത്രയോ ജീവിതങ്ങൾ അത്ഭുതം ചെയ്ത് തൊട്ട് കഴിഞ്ഞു. ഇനി അടുത്ത 6 മാസം അത്ഭുതകരമായി ചേഞ്ചസ് സംഭവിക്കാൻ പോകുന്ന മാസങ്ങളാണ്. അത്ഭുത ചേഞ്ചസ് സംഭവിക്കാൻ പോകുന്ന വലിയ വിടുതലുകളുടെ മാസങ്ങളാണ്. വചനം ആക്റ്റീവാക്കാൻ പോകുന്ന നിമിഷങ്ങളാണ്. പ്രിയരെ, ഏറ്റെടുക്കുക. നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കുക. ലൈഫ് മാറും. 2024 100% നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചേഞ്ച് ഉണ്ടാക്കേണ്ടതാണ്. ഇത് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. ഇത് പ്രാപിക്കാൻ തീരുമാനമെടുക്കൂ. വചനം അനുസരിക്കാൻ തീരുമാനമെടുക്കൂ. ലൈഫ് മാറിയിരിക്കും. അസാധ്യങ്ങൾ സാധ്യമായിരിക്കും. ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞ ചെങ്കടൽ വിഭജിക്കപ്പെട്ടിരിക്കും. എരിഹോ മതിലുകൾ തകർന്നടിഞ്ഞിരിക്കും. വിശ്വസിക്കൂ.
ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തോത്രം ചെയ്യുന്നു അപ്പാ. ഈ രാത്രി അപ്പാ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളോട് കർത്താവ് ഇടപെട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഇവരുടെ ജീവിതങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഈ രാത്രി വീണ്ടും പകർന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. തീ പോലെ ജ്വലിക്കുന്ന ഒരു അഭിഷേകം ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. തോറ്റ ജീവിതങ്ങളായി മാറരുത് കർത്താവേ. തകർന്ന ജീവിതങ്ങൾ, സങ്കടപ്പെട്ടു പോയ ജീവിതങ്ങൾ, ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ, വറിയിടായി തകർന്നു പോയ ജീവിതങ്ങൾ ഇതിനെ തിരിപ്പുണ്ട് കർത്താവേ. ഇവിടെ സകല ഭാരങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞു ദൈവമേ. ഇവിടെ ഭാരങ്ങളെല്ലാം കർത്താവ് യേശുവിൻ്റെ കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. ഇപ്പോൾ മുതൽ ഇവിടെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഇപ്പോൾ മുതൽ ഇവിടെ നിരാശകൾ മാറിപ്പോകട്ടെ. ഇപ്പോൾ മുതൽ ഇവിടെ സങ്കടങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. അങ്ങയുടെ രക്തം കൊണ്ട് ഇവരെ ഹൃദയത്തെ കഴുകണമേ. ഇവരെ ചിന്താകുലകൾ മാറ്റിക്കൊടുക്കണമേ. ഇവർക്ക് സന്തോഷം കൊടുക്കണമേ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നഷ്ടപ്പെട്ടതിനെ തിരികെ തരുന്ന ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അടയാളങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കൂ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ മേലെ ഇട്ടുകൊണ്ട് വചനത്തിലേക്ക് പ്രിയപ്പെട്ട മക്കൾ വരുവാൻ തക്കൊണ്ട് കൃപയാകണേ കർത്താവേ. അങ്ങയുടെ ആത്മാവിൽ പ്രിയപ്പെട്ട മക്കളെ നിറയ്ക്കണമേ കർത്താവേ. വചനത്തോട് ഇവരോട് സംസാരിക്കണമേ കർത്താവേ. വചനത്തോട് പ്രിയപ്പെട്ട മക്കളോട് സംസാരിക്കണമേ കർത്താവേ. ഇവർ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവേ അവിടെ ഉള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ കർത്താവേ. അവിടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ കർത്താവേ. ഒരു പുതിയൊരു അഭിഷേകം പ്രിയപ്പെട്ട മക്കളെ പകർന്നു കൊടുക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. മുള്ളുകൾ മാറിപ്പോകട്ടെ. മുള്ളുകൾ മാറിപ്പോകട്ടെ. ഇവിടെ ഹൃദയത്തെ ഭരിക്കുന്ന, ഇവിടെ ഹൃദയത്തെ ഞെരുക്കുന്ന സകല മുള്ളിൻ്റെ അനുഭവങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ എടുത്തു മാറ്റുന്നു. യേശുവിൻ നാമത്തിൽ അത് വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഒരു പുതിയ കൃപ പ്രിയപ്പെട്ട മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണേ അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഒരു ഉറച്ച തറയായിട്ട് ഇവിടെ ജീവിതങ്ങൾ മാറല്ലേ. ഹല്ലേലൂയ. പാറപ്പുറത്ത് വീണ വിത്ത് പോലെ ആയി തീരരുത് കർത്താവേ. മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ആകല്ലേ കർത്താവേ. ഇവിടെ ഹൃദയങ്ങളെല്ലാം കഴുകണമേ. ഈ അനുഭവങ്ങളെല്ലാം ഇവർ മാറട്ടെ കർത്താവേ. ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് കർത്താവേ. നല്ല നിലമായി മാറട്ടെ. ഇവിടെ വചനം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വീഴുന്ന വിത്തുകളെല്ലാം ആക്റ്റീവായി വരട്ടെ. ഹൃദയങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടട്ടെ. അത്ഭുതമായി വരട്ടെ കർത്താവേ. ദൈവപ്രവൃത്തിയിൽ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ കർത്താവേ. ശക്തിപ്പെടുന്ന ഈ യാത്രയിൽ കർത്താവ് ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി, അങ്ങ് നിങ്ങളെ തൊട്ട കൃപയ്ക്കായി നന്ദി പറഞ്ഞു കർത്താവേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രിയപ്പെട്ട മക്കൾ അനുഗ്രഹിക്കണം അപ്പാ. വീണ്ടും നല്ല സാക്ഷ്യത്തോടെ അപ്പൻ്റെ സന്നിധിയിൽ ഐശ്വര്യമായിട്ട് ജീവിക്കാൻ കൃപ നൽകണമേ. യേശു വലിയവരെന്ന് തങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ സാക്ഷിക്കുന്ന മക്കളാക്കി ഇവരെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും സ്തുതിയും അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എല്ലാവരോടും ഇന്ന് വന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.